അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷൂബി വർഗീസ് ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ, വളരെ ശ്രദ്ധേയമായ ദൈവം നടത്തിയ ഒരുപാട് ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് അവർക്ക് കാണാം, കേൾക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ ജീവിതാനുഭവം കേൾക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അരോമ ടിവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതത് സമയത്ത് തന്നെ ലഭിക്കുവാൻ അത് മുഖാന്തരമായി തീരും. കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷൂബി വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവി മിനിസ്ട്രീസിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഇപ്രകാരം ഈ സമയത്ത് ഈ അരോമ ടിവി ചാനലിൽ സംസാരിക്കുവാൻ പ്രത്യേകിച്ച് ദൈവം തന്നതായിരിക്കുന്ന ഈ അവസരം, സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാൻ, അനേകരോട് ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് പറയുവാൻ ഈ ഒരു അവസരം ഒരുക്കി തന്നതിനായി അരോമ ടിവി ചാനലിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകാല് എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അത് ഞാൻ പിന്നീട് എന്റെ സാക്ഷ്യത്തിൽ കൂടെ ഓരോന്നോരോന്നായി ഞാൻ പറയുന്നതായിരിക്കും. എന്റെ പേര് ഷൂബി. ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അങ്കമാലി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. എന്റെ ജനനം, ബാല്യം ഞാൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. എനിക്ക് ഞാനൊരു യാക്കോബായ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് മാതാപിതാക്കളാൽ ഞാൻ വളർത്തപ്പെട്ടു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, വളരെ വചനത്തിൻ്റെതായിരിക്കുന്ന അടിസ്ഥാനത്തിൽ ബൈബിൾ വായിക്കുകയും പഠനക്രമങ്ങൾ ചർച്ചിലുള്ളതായിരിക്കുന്ന ആ പഠനക്രമങ്ങളൊക്കെ വായിച്ച് വൈകുന്നേരം പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരത്തില്ലായിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നടന്ന, ചട്ടപ്രകാരം ആചാരപ്രകാരം നടന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ പപ്പായുടെ ഫസ്റ്റ് കസിൻ എന്ന് പറയുന്നത് അച്ഛനാണ്. ഇന്നും യാക്കോബായിൽ അച്ഛനായിട്ട് തുടരുന്നു. എന്റെ ഓൺ ബ്രദർ കപ്പ്യാരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ കപ്പ്യാന്മാർ അങ്ങനെ പലരുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെയും ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരിക, ആ പാരമ്പര്യ ചട്ടങ്ങളെ ഒക്കെ മുറിച്ചുകൊണ്ട് ഈ ദൈവസ്നേഹത്തിലോട്ട്, ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലോട്ട് കടന്നു വരിക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്കിലും പിതാവിന്റെ സ്നേഹം, അല്ലെ, വചനത്തിൽ വായിക്കുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം എന്നെ കണ്ടു, എന്റെ സഹോദരങ്ങളെ കണ്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വലിയവനായ ദൈവത്തിന്റെ ഒരു എളിയ സാക്ഷിയായിട്ട് നിൽക്കുന്നു. എന്റെ ബാല്യകാലം പറഞ്ഞാല് എനിക്ക് ഓർമ്മ വെച്ചത് ആ സമയത്ത്, അതായത് എനിക്ക് ഒരു 1.5 വയസ്സ് കാണും. ആ സമയത്ത് എന്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് എന്റെ മാതാവിനെ ഞാൻ കണ്ടതായിട്ടോ ഒന്നും ഓർമ്മയില്ല. ഫോട്ടോയിൽ ഉള്ളതായിട്ടുള്ള കണ്ട ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞു പോയി. എന്റെ പിതാവ് ഞങ്ങളെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഒക്കെ വളർത്തി. എനിക്ക് 3 സഹോദരങ്ങളാണുള്ളത്. മൂത്തൊരു സഹോദരനും ഒരു ചേച്ചി, പിന്നെ ഞാൻ. ഞങ്ങൾ 3 പേരാണുള്ളത്. ഞങ്ങൾ നന്നായിട്ടൊക്കെ പിതാവ് നോക്കി വളർത്തിയെങ്കിലും ഞങ്ങൾക്ക് പിതാവിനോടൊപ്പവും അധികം നാള് താമസിക്കാനുള്ള ഇതൊന്നും ദൈവം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നില്ല. ഇതിന്റെ പുറകിലെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ബാല്യകാലത്ത് തന്നെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എന്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അതിന് ശേഷമായിട്ട് സ്കൂളിലെ വിദ്യാഭ്യാസമൊക്കെ തുടർന്നു കൊണ്ടുപോയി. എന്റെ മൂത്ത സഹോദരനാണ് വിശ്വാസത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തെ മദ്ബഹായിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ ആ ഗ്രാമത്ത് ബൈബിൾ കോളേജ്, ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ചിങ് തരുന്ന ഒത്തിരി പേര് കടന്നു വരികയും പാസ്റ്റർമാരൊക്കെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒത്തിരി ബൈബിളിന്റെ ടീച്ചിങ് ഒക്കെ കഥ. അപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുകൊണ്ട് എനിക്കും എന്റെ സഹോദരിക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഇത്ര ആഴം എന്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു.
അല്ലാതെ വചനവും ബൈബിളൊക്കെ ഇഷ്ടമാണ്. പള്ളിയിലൊക്കെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ പോകും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആക്റ്റീവ് ആയിരുന്നു. സൺഡേ സ്കൂളിൽ പഠിക്കും. സൺഡേ സ്കൂളിലൊക്കെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു എക്സാമിനൊക്കെ. അതുപോലെ സൺഡേ സ്കൂളിൽ ഓരോ പ്രോഗ്രാമിനും ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ എന്റെ ബ്രദർ ഇങ്ങനെ ഈ ടീച്ചിങ്ങിലൊക്കെ പോയി കഴിഞ്ഞപ്പോ ബ്രദറിന് മനസ്സിലായി ഇങ്ങനെ നിൽക്കുന്നത് ഇതല്ല സത്യം. സത്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അങ്ങനെ ബൈബിൾ പഠിച്ചു. സഹോദരൻ രക്ഷിക്കപ്പെട്ടു. കപ്യാര സ്ഥാനത്ത് നിന്നൊക്കെയും പുറത്തു വന്നു. അപ്പോഴൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി, എന്താണ് നീ ഇപ്പോൾ ചർച്ചിൽ വരാത്തതെന്ന് ചോദ്യ ചിഹ്നങ്ങളൊക്കെ ഉയർന്നു. ആ സമയത്തും ഞാനും എന്റെ സഹോദരിയും പാരമ്പര്യപ്രകാരം ചർച്ചിൽ തന്നെ, പള്ളിയിൽ തന്നെ പോകുമായിരുന്നു. എന്നാൽ സഹോദരനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പിന്നെ ആൾക്കാർക്കെല്ലാം ഞങ്ങളോട് ഒരു സിമ്പത്തി ഉണ്ടായിരുന്നു. കാരണം ഫാദർ മദർ രണ്ടുപേരും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോ ആ ഒരു സ്നേഹം, ആ ഒരു കരുതല് എല്ലാവർക്കും ഞങ്ങളോട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വിധത്തിലുള്ളതായിരിക്കും. അന്നൊന്നും ഇതിന്റെ സീരിയസ്നെസ് നമുക്ക് അറിയത്തില്ലല്ലോ. ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയി. പക്ഷെ എന്നാൽ നമ്മൾ പ്രായമാകുമ്പോൾ, നമുക്ക് മക്കൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ പാരന്റ്സിന്റെ വില എന്തെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് നമുക്ക് അവരുടെ അഭാവം, ആ കുറവൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവമാവാൻ കഴിയുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ കാരണം ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒത്തിരി പേരുണ്ട്, സ്നേഹിക്കുന്നവര്, കരുതുന്നവര് എല്ലാം ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും ഫീലിങ്സ് ഒന്നും വരത്തില്ലായിരുന്നു. അങ്ങനെ സഹോദരൻ ഒരു ദിവസം എന്നോടും എന്റെ ചേച്ചിയോടും പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്, ഞാൻ അന്യപ്പെട്ടു പോകുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ നോക്കത്തില്ലെന്നോ ഒന്നും വിചാരിച്ചു പോകരുത്. കാരണം ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു ബ്രദറാണ്, ഏറ്റവും മൂത്തതായിട്ട്. അപ്പൊ ആ സഹോദരൻ ഇങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കും അത് ദൈവം മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങളും ഈ യേശുവിനെ സാക്ഷീകരിച്ച് ജലത്തിൽ നിങ്ങളും സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് സഹോദരൻ സ്നാനപ്പെടുവാനായിട്ട് കടന്നുപോയി. അന്നൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും സ്നാനപ്പെടുത്തത്തില്ല. വിശ്വാസത്തിൽ വരുന്ന ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ പെന്തക്കോസ്റ്റിന്റെ ആദ്യ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ആ ദേശത്ത്. അപ്പൊ സഹോദരൻ ദൂരെ എങ്ങോ പോയി സ്നാനപ്പെട്ടിട്ട് കടന്നു വന്നു. പിന്നീട് ഞങ്ങളോട് എല്ലാ കൺവെൻഷനുകളും, എല്ലാ മൺഡേസിൽ അവിടെ സാറുമാരും ഒന്ന് പഠിപ്പിക്കും. ഇതിലെല്ലാം ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങൾ ഇതെല്ലാം കേട്ട് 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 ഞങ്ങൾക്ക് നല്ലതായി. ചേച്ചിയാണെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ചേച്ചിക്ക് തിരുവല്ലയിലെ ഒരു ബൈബിൾ സ്കൂളിൽ കടന്നുപോയി. അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അനുഭവമൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവിടുത്തെ തന്നെ ബൈബിൾ സ്കൂളിന്റെ അക്കൗണ്ടന്റ് ആയിട്ട് ചേച്ചിക്ക് ജോലി കൊടുത്തു ആ സമയത്ത്. അപ്പൊ പിന്നെ വീട്ടിൽ ഞാൻ മാത്രമായി. സഹോദരൻ മിക്കവാറും ഇങ്ങനെ മിനിസ്ട്രിക്കായിട്ട് കടന്നു പോകും. വളരെ ആത്മഭാരവും വളരെ ആർത്തിയും. എവിടെ പോയാലും എല്ലാ പാസ്റ്റേഴ്സിന്റെ കൂടെ എല്ലായിടത്തും പോകും, സുവിശേഷം പറയും. അങ്ങനെ വലിയ ആത്മാവിന്റെ വലിയ പ്രവൃത്തിയിലോട്ട് സഹോദരനെ ദൈവം കൊണ്ടുവന്നു. പിന്നെ ബൈബിൾ അത് പഠിച്ച് ഒരു പാസ്റ്ററായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു പാസ്റ്ററായിട്ട് തീർന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കാരെല്ലാം പറഞ്ഞു, പോയി ഇനി അവൻ ഇങ്ങനെ ലോകപ്രകാരം പോയി, ഇനി 2 പെൺകുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തീരും? അവരെ ആര് നോക്കും? അവരെ ആരെ കല്യാണം കഴിപ്പിച്ചു വിടും? ആരവരെ കല്യാണം കഴിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റ് പുറത്തു നിന്നും അല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ പലരും, ബന്ധുക്കളായിരുന്ന പലരും ഞങ്ങളോട് ചോദിക്കുവാൻ തുടങ്ങി. പക്ഷെ ദൈവം ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുന്നതിന്റെ തെളിവാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം. എന്റെ സഹോദരന് വിവാഹം കഴിച്ചു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ, സഹോദരിമാർ വിവാഹം കഴിച്ചിട്ടേ സഹോദരൻ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങളുടെ സഹോദരൻ മൂത്തതായിരുന്നു. സഹോദരൻ വിവാഹം കഴിച്ചെങ്കിൽ ഞങ്ങളെ നോക്കുവാനും ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടത്തുവാനും പറ്റത്തുള്ളൂ എന്ന് സഹോദരൻ അറിയാമായിരുന്നത് കൊണ്ട് സഹോദരൻ ആദ്യമേ തന്നെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ചോദിച്ചു, അവൻ പെണ്ണ് കെട്ടി അവൻ ഇനി സുഖമായിട്ട് കഴിയും, ഇനി ആ പെങ്കൊച്ചുങ്ങളുടെ കാര്യം ആര് നോക്കും? എന്നാൽ അതങ്ങനെ എന്റെ സഹോദരൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്റെ സഹോദരിയെ തക്ക സമയത്ത് തന്നെ വിവാഹം കഴിച്ചു. എന്നെ പഠിപ്പിച്ചു. പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ ഫ്രീഡവും നൽകി തന്നു. പക്ഷെ എല്ലാത്തിലും എന്റെ ബ്രദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു TV കാണാനോ അല്ലെങ്കിൽ ഈവൻ നമ്മളൊരു പൊട്ടു തൊടാനോ ഒരു കയ്യിൽ ഒരു നെയിൽ പോളിഷ് ഇടുവാനോ പോലും എന്റെ സഹോദരൻ അനുവദിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ സഹോദരൻ വളർത്തിയത്. അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വളർത്തി. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവത്തിന്റെ വേലയോട് കടന്നു വരാനുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്. കാരണം 10ാം ക്ലാസ്സിന്റെ വെക്കേഷൻ സമയത്ത് കുന്നംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1 മാസത്തെ ബൈബിൾ സ്കൂൾ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോകാം, എനിക്ക് ഇഷ്ടമാ. അപ്പൊ സഹോദരിമാരെല്ലാവരും കൂടെ കടന്നുപോയി. ഞാൻ അവിടെ ചെന്ന്
പഠിച്ചു. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുവരെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും അത്രമാത്രം ഒരു അടുത്തൊരു ലൈഫ് ഞാൻ യേശുവുമായിട്ടില്ലായിരുന്നു. യേശുവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനോ യേശുവിനെ കുറിച്ച് അറിയുവാനൊക്കെ ഉള്ള കൂടുതൽ താല്പര്യം വന്നത് ആ ഒരു മാസത്തെ എൻ്റെ ബൈബിൾ ട്രെയിനിങ്ങിനായിരുന്നു. കാരണം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പല പല വീടുകളിലെ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ കടന്നു പോവുകയും അവിടെ കടന്നു ചെല്ലുമ്പോൾ ചെറിയ ചെറിയ രീതിയിൽ സാക്ഷ്യം പറയുവാനും അന്ന് മെഡിറ്റേറ്റ് ചെയ്ത വചനത്തെ കുറിച്ച് അല്പമായിട്ട് അനുഭവത്തിൽ കൂടെ പറയാനൊക്കെ അവർ ഞങ്ങൾക്ക് ചാൻസ് തന്നുകൊണ്ടിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ഉത്സാഹകരമായിരുന്നു. കാരണം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്തതായിരിക്കുന്ന ആ ഒരു വചനത്തിന്റെ പരിജ്ഞാനം, ഇതൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ ഓരോന്നോരോന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു ചെറിയ കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നൊന്നും വചനത്തിന്റെ ജ്ഞാനം എനിക്ക് വേണ്ടതുപോലെ ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ലാസ്റ്റ് സമയമായപ്പോൾ ഒരു സ്കിറ്റ് ഞങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചു. ആ സ്കിറ്റിൽ എനിക്ക് തന്ന റോൾ എന്ന് പറയുന്നത് ഹെറോദിയ രാജ്ഞിയെ കുറിച്ചായിരുന്നു. കാരണം അവരാണല്ലോ പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയപ്പോൾ താളത്തിൽ എന്റെ കൈ കൊണ്ടു തരണമെന്ന് പറയുന്നത്. അപ്പൊ അന്ന് എന്നെ അതിനായിട്ട് ആ റോള് ചെയ്യുവാനായിട്ട് എന്നെ ചെയ്യിപ്പിച്ചു. പക്ഷെ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ എന്തൊരു തെറ്റാ ചെയ്തത്, ഞാൻ ഒരിക്കലും അങ്ങനൊരു റോൾ ചെയ്യരുതായിരുന്നു. പക്ഷെ എന്റെ അറിവില്ലായ്മയുടെ കാലത്താണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കർത്താവിനോടൊക്കെ ക്ഷമ പറഞ്ഞു ആ സമയത്ത്. അങ്ങനെ ഞാൻ വന്നു. ഞാൻ കോളേജിൽ കടന്നുപോയ സമയത്ത് എന്റെ മനസ്സില് കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ സ്നാനപ്പെട്ട തലേ ദിവസം വരെ ഞാൻ എല്ലാ ആഭരണങ്ങളും ഇട്ടുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടം. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സിസ്റ്ററാണ് ആ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട്, നണ്ണായിരുന്നു ആ പ്രിൻസിപ്പളായിട്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് എന്നെ ഒത്തിരി ഇഷ്ടം. എന്റെ കസിൻസ് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എന്റെ ഒരു കസിൻ ചേച്ചി ആ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചുനോക്കുമ്പോ എന്നെ എല്ലാവരും അറിയപ്പെടുന്നതാ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്നാനപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഞാൻ ആഭരണം എല്ലാം ഊരി വെള്ളം ഇട്ടുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഇതെന്തോ പറ്റി, ആഭരണമൊക്കെ എന്തുകൊണ്ട് ഊരി, ഇതന്നെ വെള്ളയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. നമുക്ക് അന്നൊന്നും അങ്ങനെ ഒരു നാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പെന്തക്കോസ്തായി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർമാരെല്ലാം വരുന്നവർ എന്നെ ക്ലാസ്സിൽ വിളിച്ച് എന്റെ പേരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്തോ പറ്റി ഷൂബി, എന്തോ ചെയ്ത് പെന്തക്കോസ്തായ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഈ പ്രിൻസിപ്പാൾ മാഡം വന്നിട്ട് സിസ്റ്റർ എന്നോട് വന്നോണ്ട് പറഞ്ഞു, എന്താണേലും വിദ്യാഭ്യാസം ഇത് അവസാനിപ്പിച്ചിട്ട് പോരെ, എന്താണേലും ചെയ്തത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്, ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നല്ലതാണ്. പക്ഷെ പഠിത്തം ഇത് തീർന്നിട്ട് പോരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എന്റെ മനസ്സിൽ അന്ന് പറയുവാൻ ഒന്നും വാക്കുകളില്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഒരാഴ്ച കൂടെ വല്ലപ്പോഴൊക്കെ ഞാൻ പോവാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി. ഞാൻ എക്സാം ഒന്നും കൊടുത്തില്ല. ഞാൻ ബ്രദറിനോട് പറഞ്ഞു, എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പോയാൽ മതി, എനിക്ക് ഇനി കോളേജിലൊന്നും പഠിക്കണ്ട. അപ്പൊ എന്റെ സഹോദരനും എന്നോട് പറഞ്ഞു, പഠിപ്പ് ഇപ്പൊ നിനക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ പിന്നീട് ഇതിന്റെ വില നിനക്ക് മനസ്സിലാകും. അതുകൊണ്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പോയിക്കോ, ആരും നിന്നൊന്നും എതിർക്കത്തില്ലെന്ന്. പക്ഷെ എനിക്ക് ഒറ്റ ആഗ്രഹമായിരുന്നു, ഇല്ല എനിക്ക് പഠിക്കേണ്ട, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. കാരണം എന്റെ മനസ്സിൽ അന്നേരം ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. എന്താണെന്ന് ചോദിച്ചാല്, എന്നെ പോലെ ഇതുപോലെ സ്നേഹം പൂർണ്ണമായിട്ട് ലഭിക്കാത്തവര്, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങള്, അതുപോലെ ഞാൻ എന്റെ അനുഭവം ഒന്നും ആരോടും സ്കൂളിൽ ഒന്നും ആരോടും ഷെയർ ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ ഒതുക്കി പിടിച്ച് നടക്കുന്ന, പുറത്ത് ചിരിച്ചു കാണിക്കുകയും അകത്ത് ഒത്തിരി എന്താ പറയുന്ന വളരെ വിദ്വേഷം, വെറുപ്പ്, കയ്പ്, ജീവിതത്തോടുള്ള പക, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, മറ്റെല്ലാ കുഞ്ഞുങ്ങളും എന്ത് സന്തോഷകരമായി നടക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ള ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് നടക്കുന്ന എന്നെ പോലെ ഒരുപക്ഷെ വേറെയും കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരൊറ്റ ചിന്തയാണ് എന്നെ ഈ കർത്താവിന്റെ വേലയ്ക്കായിട്ട് അന്ന് എന്നെ പ്രേരിപ്പിക്കുവാൻ തൊക്കണം ഇടയായത്. ഞാൻ ചർച്ചിൽ കടന്നുപോയി പാസ്റ്റർ ആന്റിയോട് പറഞ്ഞു, ചേച്ചി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നെ കൊണ്ടുപോകണമെന്ന്. ചേച്ചിയും ഒത്തിരി നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസവും, അതുപോലെ തന്നെ സെക്യുലർ എഡ്യൂക്കേറ്റഡും, അതുപോലെ തന്നെ ബൈബിൾ കോളേജിൽ പഠിച്ച് നല്ല ഒരു ഇതിൽ വന്ന ഞങ്ങളുടെ ഒരു പാസ്റ്ററിന്റെ വൈഫ്. ആ ചേച്ചിയും എന്നോട് പറഞ്ഞു, മോളെ ഇപ്പം ഇങ്ങനെ ചെയ്യരുത്, പഠിച്ചു കഴിഞ്ഞിട്ട് മതി. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നോട് അങ്ങനെ പറയരുത്. എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ എനിക്കറിയാം, എനിക്ക് പഠിത്തം ഒന്നുമല്ല, എന്റെ ദൈവം എന്നെ മാനിക്കും, എനിക്കറിയാം. പക്ഷെ എനിക്ക്
എനിക്കിനി സമയമില്ല, എനിക്കിനി പോകണം. ചേച്ചി എന്നോട് കൂടെ ചേച്ചിയുടെ ഒരു മകളെ കൊണ്ടുപോകുന്നത് പോലെ ആ പാസ്റ്റർ ആന്റി എന്നെ പോകുന്നിടത്തെല്ലാം കയ്യിൽ ടിഫിനും വെച്ചുകൊണ്ട് കോളേജുകൾ, ആലുവ UC കോളേജ്, കാലടി ശ്രീശങ്കര കോളേജ്, അങ്ങനെ കോളേജുകളെല്ലാം എന്നെ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബ്രേക്ക് സമയത്ത് ആ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അവരെ ആ കോമ്പൗണ്ടിനകത്ത് പുല്ലിന്റെ മീതെ ഇരുത്തിയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ അവരോട് സുവിശേഷം പറയും, അവരോട് പ്രാർത്ഥിക്കും, എന്റെ അനുഭവങ്ങൾ അവരോട് ഷെയർ ചെയ്യും. അപ്പൊ എന്നെ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും വളരെ ഒരു ഉത്തേജനമാണ്, ഒരു പ്രോത്സാഹനമാണ്. അയ്യോ, ഞങ്ങളുടെ പ്രായത്തിൽ തന്നെയുള്ളതായിരിക്കുന്ന ഒരാളാണല്ലോ ഞങ്ങളോട് ഇതൊക്കെ അറിയിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അവരുടെ ആ സന്തോഷവും അവരുടെ ഉത്സാഹവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇംപ്രസ് ആയി. ഒന്നുകൂടെ ഞാൻ എന്നെ തന്നെ ഇതൊക്കെ ദൈവം അവരിൽ കൂടെ ചെയ്യിപ്പിച്ചതായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അന്നൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം പാസ്റ്റർ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാല് ഫേസ്ബുക്കിലൊക്കെ ഞാൻ പിന്നീട് ഒരു 5, 8, 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ ഇതുപോലെ മെസ്സേജ് ഒക്കെ വിടുമ്പോൾ ആ മെസ്സേജ് കണ്ടിട്ട് അന്ന് കോളേജിൽ പഠിച്ച ആ കുഞ്ഞുങ്ങൾ സുവിശേഷം പറഞ്ഞ് കേട്ട അവരതിന്റെ അകത്ത് എനിക്ക് വലിയൊരു ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി, ചേച്ചി ഞങ്ങളെ ഓർക്കുന്നുണ്ടോ, ഞങ്ങളുടെ കോളേജിൽ വന്ന് ചേച്ചി ഞങ്ങളുടെ ബ്രേക്ക് ടൈമില്, ലഞ്ച് ടൈമില് ഞങ്ങളോട് പറഞ്ഞ സുവിശേഷം, ആ സുവിശേഷം കൊണ്ട് ഞങ്ങൾ ഇന്നും ഈ ദൈവത്തെ സേവിക്കുന്നവരാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ്, ഡൽഹിയിലാണ്, ബോംബെയിലാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഒരുപക്ഷെ ഞാൻ മാനുഷിക ശബ്ദം കേട്ട് അന്ന് ഞാൻ എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓടിയിരുന്നുവെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുമായിരുന്നു, ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതുകൊണ്ട് എന്നെ ഇന്ന് കാണുന്ന TV പ്രേക്ഷകരോട്, ഈ ആരോമ TV ചാനലിലെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, നിങ്ങളെ ദൈവം വിളിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ആ കാര്യം തീർത്തു വെച്ചിട്ട് ഈ കാര്യം തീർത്തു വെച്ചിട്ട് വിവാഹം കഴിയട്ടെ, മക്കളുടെ വിവാഹം കഴിയട്ടെ, ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നാല് നാം ചെയ്യേണ്ടതായിരിക്കുന്ന പ്രവൃത്തി, എന്നിൽ കൂടെ ഒരു വ്യക്തി വിശ്വാസത്തിൽ വരണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടന്നില്ല എങ്കിൽ നാം നമ്മിൽ തന്നെ എന്തൊരു ദൈവസന്നിധി നാം എങ്ങനെ കണക്ക് പറയും, എങ്ങനെ നാം നീതിയുള്ളവരായി തീരും? നമ്മെ ദൈവം കണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വേലയ്ക്കാണെങ്കിൽ ദൈവം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി തരും. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക്, പിന്നെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ചർച്ചില് എല്ലാ മാസവും ഓൾ നൈറ്റ് പ്രയർ നടക്കും. അപ്പൊ എല്ലാ ഓൾ നൈറ്റ് പ്രയറിനും ഞാനും പോകും. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരിമാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് ചേച്ചിമാരാ, എല്ലാവരും പ്രാർത്ഥിക്കും. പാസ്റ്റർ വിഷയം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരാണ്. പക്ഷെ അന്ന് രാത്രിയില് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 1:30 മണിയായ സമയം എല്ലാവരും ഓരോ വട്ടം പ്രാർത്ഥിച്ചു, 2 വട്ടം പ്രാർത്ഥിച്ചു. പാസ്റ്റർ പിന്നെ ഇങ്ങനെ വിഷയങ്ങൾ പറയുന്നു, എല്ലാവരും ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പാസ്റ്ററിനെ പെട്ടെന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചു, നമ്മുടെ സഭയിൽ നിന്ന് ആരെയെങ്കിലും ഒരാളെങ്കിലും നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് വിടണമെന്ന് പ്രാർത്ഥിക്കണം നമുക്ക്. കാരണം അതുവരെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരും വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടില്ല. അപ്പോൾ ആ പാസ്റ്റർ ഇങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നമ്മുടെ സഭയിൽ നിന്ന് ആരെയെങ്കിലും, അതാരെയാന്ന് നമുക്കറിയത്തില്ല, ദൈവം ആരെങ്കിലും ഒരാളെ അയക്കണം. ആരും പ്രാർത്ഥിക്കുന്നില്ല പാസ്റ്റർ, ഈ പറയുന്ന ഈ പെട്ടെന്ന് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്ന ഇവരാരും പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ ഓർത്തു എന്തു പറ്റി, എല്ലാവരും ഭയങ്കര കരച്ചില്. ഞാനും വന്ന് പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ മനസ്സിൽ പ്രേരണ തന്നു, പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും പരസ്യമായിട്ട് കരയാത്ത വ്യക്തിയാ. പക്ഷെ അന്ന് ഞാൻ കരഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ സഭയിൽ നിന്ന് വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കർത്താവ് അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതിനുവേണ്ടി ഒരുക്കിയത് ദൈവം എന്നെ തന്നെയായിരുന്നു. അപ്പോൾ അവരാരും പ്രാർത്ഥിക്കാതെ അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഹേമിപ്പിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ സമർപ്പിച്ചു ദൈവസന്നിധിയിലെ, കർത്താവേ, എന്നെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് എനിക്കറിയത്തില്ല. അതിനുശേഷമായിട്ടാണ് പിന്നെ വിവാഹ ആലോചനകളെല്ലാം കടന്നു വരാൻ തുടങ്ങി. എന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. എന്റെ വിവാഹത്തിന്റെ ആലോചനകളെല്ലാം എന്നെ കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവിന്റെ ദാസൻ വീട്ടിൽ കടന്നു വരികയും എന്റെ സഹോദരനോട് എന്റെ കാര്യങ്ങൾ ചോദിക്കുകയും എങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും അറിയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസൻ. അപ്പോൾ ഈ പാസ്റ്റർ ആന്റി എന്നോട് എപ്പോഴും പറയുമായിരുന്നു, മോളെ, വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ തന്നെ നിനക്ക് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിന്റെ കൂട്ടാളിയായിട്ട് നിനക്ക് കിട്ടണമെന്ന് ഇപ്പോഴേ തൊട്ട് നീ പ്രാർത്ഥിച്ചോണമെന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയും, ചേച്ചി എന്തിനാ ഇപ്പോഴേ തൊട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ഞാൻ അന്ന് പറയുമായിരുന്നു. പക്ഷെ അന്നും
ചേച്ചി പറയുമായിരുന്നു, ഇല്ല മോളെ, നീ ഇപ്പോഴേ തൊട്ട് പ്രാർത്ഥിക്കണം, നിനക്ക് വേണ്ടി എങ്ങനെയുള്ള വ്യക്തിയാണ് നിനക്ക് വേണ്ടതെന്ന്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ, നിന്റെ വേലയിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനായിരിക്കണം. ആ ദേവദാസന് മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം, വീട്ടുകാരെല്ലാം വിശ്വാസത്തിലുള്ളവരായിരിക്കണം. എനിക്ക് എന്റെ മാതാവിന്റെ പിതാവിന്റെ സ്നേഹം വേണ്ടതുപോലെ ലഭിച്ചില്ല. അപ്പോൾ എന്റെ ഭർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യം പറയാം പാസ്റ്റർ, ഞാൻ ഈ പ്രാർത്ഥിച്ച് അന്ന് ആ പാസ്റ്റർ ആന്റി പറഞ്ഞതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഇതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റീസ് ഉള്ള ഒരു നല്ലൊരു ദൈവത്തിന്റെ ദാസനെ ദൈവം എനിക്ക് കൂട്ടിനായി തന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. നല്ല മാതാപിതാക്കളെ ദൈവം എനിക്ക് തന്നു. എന്നെ മരുമകളെ പോലെയല്ല, മകളെ പോലെ സ്നേഹിക്കുന്ന മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, എല്ലാ കുടുംബം, എല്ലാവരും ദൈവം എനിക്ക് തന്നു. എല്ലാത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷമായി, വിവാഹത്തിന് ശേഷമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകുന്നത്. കർത്താവിന്റെ ദാസൻ അതിനു മുൻപായിട്ട് ഉജ്ജയിൻ, നീമച്ച് എന്ന് പറയുന്ന സ്ഥലങ്ങളില് കർത്താവിന്റെ വേല ചെയ്തു. കർത്താവിന്റെ ദാസൻ ഒരു കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് പുരോഹിതനാകുവാൻ വേണ്ടി മാതാപിതാക്കളാൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കൃപയാൽ ബൈബിൾ കോളേജിൽ പഠിച്ചു. അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ആ സമയത്തും കേരളത്തിൽ ഒത്തിരി സാഹചര്യങ്ങൾ, ഒത്തിരി സ്ഥലങ്ങള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പാസ്റ്ററായിട്ട് നിയോഗിക്കപ്പെടുന്ന സഭകള് ദൈവത്തിന്റെ ദാസന്മാർ കൊടുത്തുവെങ്കിലും അതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട് പുല്ലിനെയും പൂവിനെയും മരത്തെയും ചെതൽപുറ്റിനെയും പാമ്പിനെയും പൂജിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി എനിക്ക് സുവിശേഷം പറയണം എന്നുള്ള ആ തീഷ്ണതയോടുകൂടെ തന്റെ യൗവന പ്രായത്തിൽ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി കരുത്തിരിച്ചു. അങ്ങനെ നീമച്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അതിനുശേഷമായി രത്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പിന്നെ പുതിയ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്നത് രത്ലാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ വിശ്വാസികളൊന്നുമില്ല, 3-4 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടന്നു പോകുമായിരുന്നു. ഗ്രാമങ്ങളിലൊക്കെ എന്തെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കേരളത്തില് ഈ അങ്കമാലി പട്ടണത്തില് ജനിച്ചു വളർന്ന് ഇവിടെ നിന്ന് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യക്ക് പോയി നമുക്ക് ചെന്ന സമയത്താണെങ്കിൽ നല്ല തണുപ്പ്, അവിടുത്തെ ഭാഷ അറിയത്തില്ല, അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അവിടുത്തെ ആളുകളുടെ സംസാരം രീതി ഇതൊന്നും നമുക്കൊന്നും പിടിക്കുന്നില്ല. പക്ഷെ ദൈവനാമത്തിന് വേണ്ടിയിട്ട് എല്ലാം പിടിച്ചു. ദൈവം ഇതെല്ലാം സഹിക്കുവാനും ഇതെല്ലാം ചെയ്യുവാനുള്ള കൃപ എനിക്ക് തന്നു. കാരണം ദൈവത്തിന്റെ വിളിയുള്ളവർക്ക് ദൈവം എവിടെ കൊണ്ടിട്ടാലും അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ബൈബിള് നമ്മെ അതല്ലേ പഠിപ്പിക്കുന്നത്. ഏതെല്ലാം പ്രതികൂല അവസ്ഥകളിൽ കൂടെ ഒരു ദൈവത്തിന്റെ ഭക്തൻ കടന്നുപോയാലും ദൈവത്തിന്റെ വിളി യഥാർത്ഥമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിൽ അവരൊരിക്കലും നിരാശപ്പെടത്തില്ല. ദൈവം അവരെ കൈ പിടിച്ച് നടത്തും. ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകുമായിരുന്നു. നല്ല വെള്ളം കിട്ടത്തില്ല, അവിടെ കടന്നു ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം കിട്ടത്തില്ല. അവിടെയൊക്കെ ഞങ്ങളിപ്പോ പാസ്റ്റർ പറഞ്ഞില്ല, ശിവഘട്ട് ആ ഏരിയയിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മോട്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്മെല്ല് പാസ്റ്ററിന് അറിയാമല്ലോ. പിന്നെ അവിടെ എരുമയൊക്കെ വളർത്തും, അവരുടെ കൂട്ടത്തിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അവര് പാലൊക്കെ കൊണ്ടുതരും, നിറച്ച് നല്ല നെയ്യുള്ള പാലൊക്കെ കൊണ്ടുതരും. പക്ഷെ ആ ഗ്ലാസിന്റെ പുറത്ത് ഒരു 10-100 ഈച്ചകളൊക്കെ വന്നിരിക്കും. അത് നമ്മളെ കുടിച്ചേ പറ്റത്തുള്ളൂ. കാരണം പൗലോസ് പറയുന്നത് പോലെ യഹൂദരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാരെ പോലെ ആയെന്ന് പറയുന്നത് പോലെ നമുക്ക് അവരെ ക്രിസ്തുവിൽ നേടണമെങ്കിൽ ആ പാൽ അത് കുടിച്ചേ പറ്റത്തുള്ളൂ. ഛർദിക്കാതിരിക്കോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ അതെല്ലാം ചെയ്തു. ദൈവം എനിക്കെല്ലാം കൃപ തന്നു. അവരുടെ അടുത്ത് പോയി അവരുടെ ആ ചാണകത്തിൽ അവരിട്ടുണ്ടാക്കുന്ന മാണ്ട എന്ന് പറയുന്ന ആ സംഭവം അതെല്ലാം കഴിച്ചു. അവരുമായിട്ട് നല്ല ഞങ്ങളൊരു എന്താ പറയുന്നത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫെലോഷിപ്പ് അവരായിട്ട് ഞങ്ങൾക്ക് ദൈവം തന്നു. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ കടന്നു പോകുമായിരുന്നു അവിടെ. ഞങ്ങള് ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾക്ക് വളരെ ഒരു ത്രെട്ടണിങ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഞങ്ങള് അവിടെ നിന്ന് ബസ്സിനാണ് ഞങ്ങൾ വന്നൊന്നും വാഹനമില്ലല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് രത്ലാമിൽ നിന്ന് ബസ് കയറി ശിവഘട്ടില് ചെന്ന് ഇറങ്ങിയിട്ട്, അപ്പൊ ശിവഘട്ടിൽ തന്നെ ഒരു ആന്റി താമസിക്കുന്നു, ഒരു നേഴ്സ് ആന്റി ആയിരുന്നു, ആന്ധ്രക്കാരി. ആ ആന്റി ഞങ്ങളെ വിളിച്ച് അവിടെ ചെന്ന് ചായയോ കോഫി എന്തെങ്കിലും കുടിച്ചിട്ടാണ് ഈ ഗ്രാമത്തിലോട്ട് പിന്നെ പോകണമെങ്കിൽ വയലും ഇതെല്ലാം ഉള്ള നടുക്കൂടെ ചെറിയ വരമ്പുണ്ട്, അതിൽ കൂടെ വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ സ്ഥിരം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 സൈഡിലുമുള്ള മരങ്ങളുടെ സൈഡിലെല്ലാം ഞങ്ങൾ കർത്താവിന്റെ ഈ വചനം അറിയിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് എതിർക്കുന്ന പ്രിയപ്പെട്ടവരെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ചിലരൊക്കെ മരത്തിന്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നു. അന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്ന കൂട്ടായ്മകളൊന്നുമില്ല. അപ്പൊ ഞങ്ങളോട് ഈ ആന്റി ചെന്നപ്പോ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വിഷയങ്ങളുണ്ട് പാസ്റ്ററെ, ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവര് മുഖവ്യത്യാസം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. പക്ഷെ ഹിന്ദി എനിക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് ഇവര് പറഞ്ഞത് എന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ നടന്നു പോകുമ്പോ
കർത്താവിന്റെ ദാസൻ എന്നോട് ചോദിച്ചു, തല്ലുകൊള്ളാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, കർത്താവിന് വേണ്ടിയിട്ട് തല്ലുകൊള്ളാൻ പേടിയില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ പോകുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടിലെ രണ്ടുപേരും അവർ ഉടനെ വീടിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് മീറ്റിംഗ് ഒന്നും നടത്തണ്ട കേട്ടോ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പാസ്റ്റർ പൊക്കോ, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അയാളെ എന്ത് വിഷയം എന്താ? അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ അവര് അവിടെ പതുങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞേക്കുന്ന, നിങ്ങളെ കൊല്ലുന്ന പറഞ്ഞേക്കുന്ന പാസ്റ്റർ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവരോട് ഞങ്ങൾക്ക് പേടിയില്ല പാസ്റ്റർ, ഞങ്ങൾ നിങ്ങളെ ഓർത്തിട്ടാ പേടി. ഞങ്ങൾ അവിടെ വീടിന്റെ അകത്തോട്ട് കയറി ചെന്നു. ഞങ്ങളെ പറഞ്ഞു, പാവം ഇരിക്കും, നമുക്കിരിക്കാം, നമുക്ക് പറയാം. അപ്പം പാസ്റ്റർ ഹിന്ദിയിലാണ് പറയുന്നത്, എന്നാലും പൗലോസ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പൗലോസിനെ കുറിച്ച്, പൗലോസിന്റെ ശുശ്രൂഷകളെ കുറിച്ചാണ് പറയുന്നത്. പൗലോസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരോട് പൗലോസിന്റെ ജീവിതത്തെ കഷ്ടതയെക്കുറിച്ചും ദൈവത്തിന്റെ വേലയിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് അന്യഭാഷയൊക്കെ പറഞ്ഞ് പതിയെ ഇറങ്ങി വന്നു. ആന്റിയുടെ വീട്ടിൽ വന്നു. അപ്പൊ തല്ലുകൊള്ളാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഇവരുടെ മുഖവ്യത്യാസമൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് എന്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. എന്താണേലും നമ്മൾ മനുഷ്യരല്ലേ, പേടി കാണുമല്ലേ, നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ വെച്ചു, ദൈവമേ എങ്ങനെയെങ്കിലും ബസ് ഒന്ന് കിട്ടി, ബസ് കയറി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് അന്ന് മനസ്സിൽ ചിന്തിക്കും. ഇങ്ങനെയൊക്കെ പാസ്റ്ററിന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു, പാസ്റ്ററിന് ഒരു ഭയം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളന്ന് കയറി ബസ്സിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ സന്തോഷകരമായി വീട്ടിൽ കടന്നു വന്നു. പിന്നത്തെ ആഴ്ചയിൽ പോയപ്പോ പാസ്റ്റർ എന്നെ കൊണ്ടുപോയില്ല. എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നു, നീ വരണം. ഞാൻ പറഞ്ഞില്ല, ഞാനും കൂടെ വരാം. അന്നേരം പറഞ്ഞില്ല, അവിടെ ഒന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് നീ വന്നാ മതി, ഞാൻ പോയിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. പാസ്റ്റർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്ന് പ്രാർത്ഥനയും തുടങ്ങി, അങ്ങോട്ട് നടക്കാൻ തുടങ്ങി, ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വീടിന്റെ അകത്തൂടെ ഞാൻ നടക്കും. എനിക്ക് ടെൻഷൻ കാണാതെ ഇപ്പൊ സന്ധ്യയായിട്ടും കാണാതെ ഇപ്പം ടെൻഷൻ. ദൈവമേ എന്ത് പറ്റി? ആരോട് നമ്മൾ പറയാനാ? ആരോടെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ചോദിക്കാൻ നമുക്ക് ഭാഷ അറിയത്തില്ല, എങ്ങനെ സംസാരിക്കും, ഒന്നും അറിയത്തില്ല. അങ്ങനെ സമയം കഴിച്ചുകൂട്ടി വൈകുന്നേരം ആയപ്പോൾ കയറി വന്നു. അങ്ങനെ ചില മാസങ്ങൾ കടന്നു പോയതിനു ശേഷം വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് പ്രശ്നങ്ങളൊക്കെ മേധാണ്ടിയൊക്കെ വീണ്ടും ഞങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിൽ ഞങ്ങൾ വിട്ടില്ല. ആ ഗ്രാമം മാത്രമല്ല, അതിന്റെ അടുത്തുള്ള ബാജന, സെയിലാന, അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങളിൽ കടന്നുപോയി. ഇന്ന് ഞാൻ ഒത്തിരി വർഷങ്ങളെ പേരുകളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങളിലൊക്കെ കടന്നുപോയി. അനേകരും ഞങ്ങൾ സുവിശേഷ വേലയിലോട്ട് സമർപ്പിക്കപ്പെടുവാൻ, അനേകരും രക്ഷിക്കപ്പെട്ടു, ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ചില നാൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ആ ഭയങ്കര സാക്ഷ്യം ഞങ്ങൾ കേൾക്കുന്നത്. അന്ന് ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങളെ കൊല്ലുവാനായിട്ട് രണ്ട് സൈഡിലും ആളുകൾ വടിവാളുമായിട്ട്, വലിയ വലിയ വടികളുമായിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവരെ തട്ടിക്കളയണമെന്ന്, പക്ഷെ സംഭവം പറ്റിയില്ല. എന്തോ ഞങ്ങൾക്ക് ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അവർ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് ചില പ്രിയപ്പെട്ടവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാ. അവര് ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ അവരങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പൊ ദൈവം നമ്മെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് വെച്ച് നമ്മളെ നശിപ്പിച്ച് കളയാതെ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുത്തി കളയാതെ, അതെല്ലാം ദൈവം നമ്മെക്കുറിച്ച് എത്ര നാള് നമുക്ക് ആയുസ് ദൈവത്തിന്റെ നാമത്തിൽ ദൈവം തന്നിട്ടുണ്ടോ അത്രത്തോളം ഈ ആയുസ് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തരും. അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ കടന്നു വരാം, രോഗം കടന്നു വരാം, ക്ഷീണങ്ങൾ കടന്നു വരാം. എന്നാലും നമ്മെ തകർത്ത് കളയുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ശേഷമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് തന്നു. മൂത്തത് ഒരു മകളാണ്, രണ്ടാമത് 2 ആൺമക്കളെ ദൈവം നൽകി തന്നു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അവരെ കുറിച്ചുള്ള ടെസ്റ്റിമണി ഞാൻ പറയാം. മൂത്ത മകള് ഗ്ലോറിയ, മോളുടെ വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് വിവേക്, അവർ രണ്ടുപേരും ബഹ്റിനില് കർത്താവിന്റെ ജോലിയോടൊപ്പം കർത്താവിന്റെ വേലയിലും കൂടി ആയിരിക്കുന്നു. ഞങ്ങളുടെ മോള് ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്യുകയാണ്. മോള് ഒരു വർഷിപ്പ് ലീഡറാണ്. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അവള് വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. മോനും അതോടൊപ്പം തന്നെ കോളിംഗ് ഉള്ള ഒരു വ്യക്തിയാണ്. ദൈവം ഞങ്ങൾക്ക് ഒരു മരുമകനായിട്ട് തന്നത്. മരുമകൻ എന്ന് ഞങ്ങൾ പറയാറില്ല, ഞങ്ങളുടെ മകൻ തന്നെയാണ്. അവര് രണ്ടുപേരും കുടുംബമായിട്ട് നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു ഇന്ന് വേറിന്റെ ദേശത്ത്. പിന്നെ രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത്, മകന്റെ പേര് ഗോഡ്വിൻ എന്നാണ്, വൈഫിന്റെ പേര് ബ്ലസ്സി. അവർ കുടുംബമായിട്ട് അമേരിക്കയില് ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ കർത്താവിന്റെ വേലയിലുമായിരിക്കുന്നു. മോന് BTH ഒക്കെ കഴിഞ്ഞതാണ്. മോന് അവിടെ ചർച്ചിന്റെ യൂത്ത് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇളയ മകന് ഗ്ലാഡ്സൺ, മോൻ ബാംഗ്ലൂര് ക്രിസ്തു ജയന്തി കോളേജില് BCom വിത്ത് SCCA ഫൈനൽ സെമിസ്റ്ററിലോട്ട് കടന്നിരിക്കുന്നു. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെയും അവർ ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അവർ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. കാരണം ഞങ്ങൾ പോകുന്ന ഈ പാതയിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു
ലെവലിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ബലീനായിരിക്കുന്ന ദൈവം സഹായിച്ചു. നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ് അവർ പഠിച്ചതും അവരുടെ +2 വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസ് എല്ലാം ഭോപ്പാലിൽ തന്നെ നടക്കുവാനാണ് ദൈവം സഹായിച്ചു. അങ്ങനെ രത്ലാമിൽ ഞങ്ങള് 2005 വരെ ഞങ്ങൾ രത്ലാമിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1990 ഞങ്ങളെ ഗ്രാമത്തില് ഒരു മിനിസ്ട്രിക്കായിട്ട് ഞങ്ങൾക്ക് അന്നേരം ഒരു ജീപ്പുണ്ട്. ദൈവം ഞങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ ആദ്യം ഒരു സൈക്കിൾ തന്നു, പിന്നെ സ്കൂട്ടർ തന്നു. അങ്ങനെ പതിയെ പതിയെ ദൈവം ഞങ്ങളെ ഉയർത്തി. ഞങ്ങള് രത്ലാമില് ദൈവത്തിന്റെ ഹിതപ്രകാരം ഒത്തിരി പുറകിലോട്ടുണ്ട്. പാസ്റ്റർ, ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ചർച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്തുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ടിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. സ്ഥലം മേടിക്കുവാനും ചർച്ച് പണിയുവാനും ഒക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ ചർച്ചിന്റെ പണികളെല്ലാം പൂർത്തിയാക്കി. ഒരു പൈനിയർ പാസ്റ്ററായിട്ട് എന്റെ ഹസ്ബൻഡ് പാസ്റ്ററായിട്ട് അവിടെ വർക്ക് ചെയ്തു. 90 ഞങ്ങൾ ഒരു ജീപ്പുമായിട്ട് ഗ്രാമത്തിലോട്ട് ഇങ്ങനെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് കടന്നു പോകുകയാണ്. നല്ല ചൂടുള്ള സമയം, ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞങ്ങൾ കടന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വളരെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ ഫ്രണ്ടില് പാസ്റ്റർ തന്നെ വണ്ടി ഓടിക്കുന്നു, സൈഡില് ഗ്രാമത്തിലൂടെ 2 സഹോദരന്മാരുണ്ട്, നടുക്കുള്ള സീറ്റില് ഞാനുണ്ട്. എന്റെ ഒരു സൈഡില് മോളിരിക്കുന്നു, ഒരു സൈഡില് രണ്ടാമത്തെ മോനിരിക്കുന്നു. അന്ന് ഇളയ മോനായിട്ടില്ല. പുറകിലാണെങ്കിൽ കുറച്ച് സഹോദരിമാരും ഉണ്ട്, ഗ്രാമത്തിലുള്ളവര്. അവര് ഇവിടെ വന്നിട്ട് രത്ലാമിൽ വന്നിട്ട് അവരെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അച്ചാച്ചൻ പറയുന്നത് ആരും എന്റെ കണ്ണ് അടച്ച് കെട്ടിയതുപോലെ തോന്നി. വണ്ടി എങ്ങനെ മറിഞ്ഞു എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. വണ്ടി ഇങ്ങനെ മറിഞ്ഞ് സൈഡിൽ പോയി ഒരു മരത്തിൽ ചെന്ന് ഇടിച്ച് അവിടെ നിൽക്കുവാൻ തക്കണം ഇടയായി. വണ്ടി ഫുള്ള് പോയി. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും, എനിക്കോ ഇളയ പൈതലിനോ അച്ചാച്ചനോ വണ്ടിയിലിരുന്ന മറ്റ് സഹോദരന്മാർക്കോ ഒരു പോറലും പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മകളെ കാണാനില്ല. മകള് എവിടെയെന്ന് ഞങ്ങൾ കിടന്ന് തിരക്കുക. അന്നേരം നോക്കിയപ്പോ വണ്ടിയുടെ അടിയില് ഒരു കല്ലിൽ തല ഇടിച്ച് ചോറിൽ കുളിച്ച് കിടക്കുക. എല്ലാവരും കൂടെ വന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞപ്പോ അവൾക്ക് അകത്ത് ബോധമുണ്ട്. ഞങ്ങൾ മോളെ എന്ന് വിളിക്കുമ്പോ എന്നുള്ളൊരു വിളി, ഒരു സൗണ്ട് മാത്രം കേൾക്കാം. പക്ഷെ ഫുള്ള് ഇങ്ങനെ ബ്ലഡ് കൊണ്ട് ചോര ഒലിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? അവിടെ ഒന്നും ബസ്സേ വരത്തില്ല. ആ ഗ്രാമത്തിലൊക്കെ ഒരു വണ്ടി വരണമെങ്കിൽ എത്ര സമയം നോക്കി നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ പുറകിൽ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ആ ബസ്സുകാർ വന്ന് ഞങ്ങളെ കണ്ടിട്ട് അവര് നിർത്തി. അതിലുള്ള യാത്രക്കാർ അതൊക്കെ ആ ഹിന്ദിക്കാരൊക്കെ അങ്ങനെ നോർത്ത് ഇന്ത്യൻകാരൊക്കെ അങ്ങനെ ചെയ്യുമോ എന്ന് ഇപ്പൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ അവരോടൊക്കെ ദൈവം പറഞ്ഞിട്ടായിരിക്കും അതിലുള്ള യാത്രക്കാരെ പോലും ഇറക്കി വിട്ടിട്ട് ഞങ്ങളെ പെട്ടെന്ന് അതിന്റെ അകത്ത് കയറ്റി ബാജനയില് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉച്ച സമയമല്ലേ, ഡോക്ടറും ഇല്ല, നഴ്സുമാരും ഇല്ല, ആരും അവിടെ ഇല്ല. പാസ്റ്റർ ഒത്തിരി അവിടെ ചെന്ന് അവരുടെ റൂമിലോട്ടെല്ലാം കയറി ചെന്നിട്ടൊന്നും ആരില്ല. പിന്നെ അവിടെ പരിചയമുള്ള ഒരു ക്രിസ്ത്യൻ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആരോഗ്യ അപ്പോഴത്തേന് ആൾക്കാരൊക്കെ അവിടെ ദേശത്തുള്ളവരൊക്കെ വന്നുകൂടി. എല്ലാവരും പറഞ്ഞു രത്ലാമിലോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യാം, പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറ്റെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഈ അവസ്ഥയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ രത്ലാമിലോട്ട് കൊണ്ടുപോയാൽ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നില്ല. കാരണം ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക. കുഞ്ഞിന് എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞ് ആരൊക്കെയോ പോയി ആ സിസ്റ്ററിനെ പോയി വിളിച്ചു കൊണ്ടുവന്ന്. അവരെന്ത് ചെയ്ത് എടുക്കത്തില്ല, കാരണം ഇത് കേസാണ്, ആക്സിഡന്റൽ കേസാണ്. അവർ പറഞ്ഞു ഞങ്ങൾ എടുക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കുത്തിയില്ലെങ്കിൽ ഞങ്ങൾ കുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് അവര് തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോട്ടിൽ കയറ്റി ഞങ്ങൾ കുഞ്ഞുമായിട്ട് ഒരു ജീപ്പിൽ കയറി ഞങ്ങൾ രത്ലാമിലോട്ട് തിരിച്ചു വരികയാണ്. 50 കിലോമീറ്റർ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നെങ്കിലേ രത്ലാമിൽ എത്തത്തുള്ളൂ, അത്രയും ദൂരം. അപ്പൊ ഞങ്ങൾ കയറിയ ആ ജീപ്പിലെ ഡ്രൈവർ ആണെങ്കിൽ ഹിന്ദുവാ. അവൻ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു. ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, പാസ്റ്റർ ചോദിച്ചു നീ എന്തിനാ ഈ ചന്ദനത്തിരി കത്തിച്ചു വെച്ചേക്കുന്ന? പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിന് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിനെ ജീവൻ കിട്ടുമോ ഇല്ലെന്ന് ഞങ്ങളുടെ ജീവനുള്ള ദൈവം ഉണ്ട്, ആ ദൈവം രക്ഷിക്കാൻ കഴിവുള്ള ദൈവം, നിങ്ങളുടെ ചന്ദനത്തിരി ഊതി വെച്ചേക്കാൻ പറഞ്ഞു. അവൻ ഞങ്ങളെ ഒന്ന് നോക്കിയിട്ട് അവൻ ചന്ദനത്തിരി തിരിച്ചു കത്തിച്ചു. അവൻ പിന്നെ പെട്ടെന്ന് സൈറണൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ രത്ലാമി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും എല്ലാവരൊക്കെ നിറഞ്ഞ കുഞ്ഞിനെ ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴെന്താണ് ഇവിടത്തെ ഫുള്ള് ഈ പുറത്തെ ഈ ബ്രെയിനിന് മാത്രം ഒന്നും സംഭവിച്ചില്ല, ദൈവം അവിടെ സൂക്ഷിച്ചു. ഈ പുറത്തുള്ളത് എന്തോ പറയാ തലയോട്ട് ഇതെല്ലാം ഇങ്ങനെ പുറത്തിങ്ങനെ പൊളിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളിങ്ങനെ പൊട്ടിയിട്ട് ഇതെല്ലാം ഇവിടത്തെ മൂക്കിന്റെ എല്ലൊടിഞ്ഞ് ഇവിടത്തെ ക്ലവിക്കൽ ഫ്രാക്ചർ, അങ്ങനെ കുഞ്ഞാകെ ഒരു പരുവമായിട്ടിരിക്കുക. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്.
ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ അവിടെ കടന്നു ചെന്നപ്പോൾ അവരെല്ലാവരും പച്ചയ്ക്ക് തന്നെ, പെൺകുഞ്ഞല്ലേ എന്ത് ചെയ്യാന്, കൊച്ച് അന്ന് കുഞ്ഞിന് 5.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സുന്ദരിയായിരിക്കുന്ന ഒരു കുട്ടി. ചെറുപ്പത്തിൽ മുതലേ അവള് പാട്ടൊക്കെ പാടുമായിരുന്നു. മൈക്കൊക്കെ പിടിച്ച് ചർച്ചിന്റെ അകത്ത് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരൊക്കെ വരുമ്പോ പ്രവചിക്കുമായിരുന്നു, ഇവള് 10ാമത്തെ വയസ്സ് മുതല് ഇവള് സ്വയമായിട്ട് കീബോർഡ് വായിച്ച് ഇവള് ദൈവത്തിന് വേണ്ടി പാടുന്ന ഒരു അഭിഷിക്തിയായിട്ട് ദൈവം ഇവളെ മാറ്റുമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം കുഞ്ഞിന്റെ മേലുള്ളത് കൊണ്ട് ഈ വാഗ്ദത്ത സന്തതിയെ നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ ശത്രുവാകുന്നവൻ 5.5 വയസ്സുള്ളപ്പോൾ കുഞ്ഞിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. എന്നാൽ നമ്മുടെ ജീവനുള്ള ദൈവം, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളെ നിറവടിയായി നിർവർത്തിക്കുന്ന ദൈവം ഉണ്ട് എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അന്ന് ഞങ്ങൾ അവിടെ കുഞ്ഞിന്റെ പച്ചക്ക് ഇട്ടിട്ട് പച്ചക്ക് ഇതെല്ലാം അവരെ കുത്തി തിന്നുക. പക്ഷെ രാത്രി എല്ലാം ഇങ്ങനെ ഇവിടെ ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പറയുന്നുണ്ട്, ഡോക്ടറെ പുറകിൽ കൂടെ മുറിവുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പുറകിലത്തെ മുറിവ് നോക്കുന്നില്ല, ഇവിടത്തെ മുറിവ് മാത്രം അവർ പച്ചക്കിട്ട് തുന്നിക്കെട്ടി, വേറെ ഒന്നും നോക്കുന്നില്ല. കുഞ്ഞിന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ട് വന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങള് അവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവര് പോകുന്ന ആ ഡോക്ടർമാര് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അവര് ഫാദറിനെ വിളിക്കുന്നത്, ഫാദറെ കുഞ്ഞിനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്ന ശരിയാകത്തില്ല, ഒന്നുകിൽ നിങ്ങൾ ഗുജറാത്തിലോട്ട് കൊണ്ടുപോകുക, അതല്ലെങ്കിൽ ഇൻഡോറിലോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ആ ഡോക്ടറുടെ വാക്കുപാലം ഞങ്ങൾ അവിടെ നിന്ന് ആംബുലൻസ് എടുത്ത് സിസ്റ്റർമാരെ കൂടെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ഇൻഡോറിലോട്ട് കടന്നു ചെന്നു. ഇൻഡോറിലെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നേരത്തെ അവർ വന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ഗോകുൽദാസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് കയറി. അവിടെ കയറിയപ്പോൾ ഡോക്ടർ സൈൻ ചെയ്ത് മേടിച്ചു. ഇന്നൊക്കെയാണ് കാര്യങ്ങൾ. പെൺകുഞ്ഞുങ്ങളല്ലേ, അവര് പച്ചക്കാണ് ഈ സ്റ്റിച്ചസ് ഒക്കെ ഇട്ട്. അപ്പൊ കുഞ്ഞ് എത്ര വേദന തിന്ന് കാണും ആ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞ്. അവര് പറഞ്ഞു, ഇതെല്ലാം അഴിച്ചിട്ട് രണ്ടാമത് ഞങ്ങൾ ഇതും പുറകിലത്തെയും എല്ലാം ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടാമത് അതെല്ലാം അടിച്ചിട്ട് ഇത്ര സമയത്ത് 4.5 മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ ആയിരിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അപ്പോഴത്തേന് ഞങ്ങളെ അറിയുന്ന അവിടെ ഒരു ആന്റി ഉണ്ടായിരുന്നു, വത്സം ആന്റി. ഞങ്ങൾ ഒരിക്കലും ആന്റിയെ മറക്കാൻ പറ്റത്തില്ല. ഈ സംഭവം ഉണ്ടായി എന്ന് കേട്ട ഉടനെ ഹോസ്പിറ്റലിൽ കടന്നു വന്നിട്ട്, ആന്റി ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആന്റിയെ വിശ്വാസത്തിൽ വന്നു. ആ സമയത്ത് ആന്റി ഞങ്ങൾക്ക് വന്നിട്ട് വണ്ടിയുടെ താക്കോലും തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്ത് വേണമെങ്കിലും, പാസ്റ്ററിന് പുറത്തു പോകണം, എന്തെങ്കിലും സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്റ്റർ വണ്ടി ഇവിടെ കിടക്കൊണ്ട് പാസ്റ്റർ ഉപയോഗിച്ചു. അതുപോലെ തന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ഫുഡ് ഞങ്ങളുടെ റൂമിൽ എപ്പോഴും വിസിറ്റേഴ്സ് കാണും. ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും കൂടിയുള്ള ഫുഡ് ഈ ആന്റി ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. ഇന്ന് ഞങ്ങൾ ആന്റിയെ വിളിക്കും, ഇന്നും ആന്റി ഉണ്ട്, ഞങ്ങൾ ഇന്നും വിളിക്കും, ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ആ ആന്റിയെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ആന്റി മാത്രമല്ല വേറെ പലരും ഉണ്ട്, ഞങ്ങളെ സഹായിച്ചവരും ഞങ്ങളെ സ്നേഹിച്ചവര്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവര്, പ്രാർത്ഥിച്ചവര്, കൂടെ നിന്നവരെ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഈ അരോമ TV മിനിസ്ട്രിയിൽ കൂടെ എന്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കൊക്കെ പ്രചോദനമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും അതിന് പ്രതിഫലം കൊടുക്കാതെ വരത്തില്ല. ആമേ. ദൈവം അവർക്കെല്ലാം പ്രതിഫലം തന്ന് ആദരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ നിന്ന് 3 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞിനെ യാതൊരു വിധമായിരിക്കുന്ന ആന്തരിക അവയവങ്ങൾക്ക് ഒന്നിനും ഒരു പോറലും ഏൽക്കാതെ ഇവിടെയൊക്കെ സംഭവിച്ചപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, കണ്ണിന് എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു, മൂക്കിന് എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു, പല്ല് പൊഴിഞ്ഞു പോകാമായിരുന്നു, ചെവിക്ക് എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു, ബ്രെയിനിന് സംഭവിക്കാമായിരുന്നു. എന്നാൽ ഇതിനൊന്നും ഒരു കുഴപ്പവും കൂടാതെ ദൈവം അവളെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ സൗന്ദര്യമൊക്കെ അവളുടെ മുഖത്ത് നഷ്ടപ്പെട്ടു. ആ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നായിരിക്കുന്ന മുഖത്തെ ഭംഗി, കാരണം ഇവിടെ എല്ലാം തുന്നിക്കെട്ടി എല്ലാം ഇതാക്കിയിരിക്കുവല്ല. എന്നാലും ദൈവം കുഞ്ഞിനെ ജീവനോടുകൂടെ ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നു. ഹല്ലേലൂയ. ഇന്നത്തെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആരോഗ്യമുള്ളവളായി, സൗന്ദര്യമുള്ളവളായി, ദൈവത്തിന് വേണ്ടി അനേക ഭാഷകൾ സംസാരിക്കുന്നവളായി, പാട്ടുകൾ എഴുതുന്നു, പാട്ടുകൾ പാടുന്നു, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ബഹ്റിനിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ ഹിന്ദിയിലോട്ടും ഇംഗ്ലീഷിലോട്ടും ഒക്കെ കുഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പൈതലായിട്ട് ദൈവം ഇന്ന് അവളെ ആക്കിയിരിക്കുകയാണ്. ആ ചെറുപ്പത്തിൽ മുതലേ ശത്രുവാകുന്നവൻ അവളോട് പറഞ്ഞ ദൂതുണ്ടായിരുന്നു അവളെ
ഇങ്ങനെയാക്കും. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, 10ാമത്തെ വയസ്സിൽ അവൾ കീബോർഡ് വായിച്ച് ദൈവത്തിന്റെ മുഖത്തിന് നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ 10ാമത്തെ വയസ്സായപ്പോൾ മുതല് അവൾ കീബോർഡ് പഠിച്ചു, ഗിറ്റാർ പഠിച്ചു, അവൾ ദൈവത്തിന് വേണ്ടി പാടുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എത്ര നല്ല ദൈവമാ. ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാ. നമ്മെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ കടത്തിവിട്ടാലും അവൻ നമ്മെ മറികടക്കാത്ത ദൈവമാ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കഷ്ടതകള്, പ്രയാസങ്ങള്, ദുരിതങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചോണം, നമ്മെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മെ വിട്ട് മാറിപ്പോകും, വാക്കു പറഞ്ഞവരെല്ലാം മാറും. എന്നാൽ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന്റെ അന്ത്യത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അല്ലെ, ആ എല്ലാ നാളും എന്നുള്ള വാക്ക് എന്നെ ഒത്തിരി തൊട്ട ഒരു വാക്യമാണ്. നമ്മളെല്ലാവരും പറയാ, അല്ലെങ്കിൽ അവസാനത്തോളം ദൈവം നമ്മോട് കൂടെ ഉള്ളത്. ഞാൻ ആര് എവിടെ പറഞ്ഞു കേട്ടാലും ഞാൻ പറയും, ഇല്ല, ഓൾവേസ് എന്നുള്ള പദം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ വഴി നടത്തുമെന്നല്ല, എല്ലാ നാളും ഞാൻ നിങ്ങളോട്, ലോകത്തിന്റെ അവസാനത്തോളം അന്ത്യത്തോളം എല്ലാ നാളും, എല്ലാ ദിവസവും, ഏത് നിമിഷവും, ഏത് സെക്കൻഡിലും ആ ദൈവം നമ്മെ കൈവിടാത്ത ദൈവമാണ്. നാം ഏതെല്ലാം പരീക്ഷകളിൽ കൂടെ കടന്നു പോകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെ, വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം ഈ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നമ്മെ ഇതുപോലുള്ള കഷ്ടതകളിൽ കൂടെ കടത്തിവിടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ നോർത്ത് ഇന്ത്യൻ ലൈഫിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേലയില് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. 2006 മെയ് മാസത്തില് ഞങ്ങൾക്ക് ഭോപ്പാലിലോട്ട് ശിക്കുവാൻ തക്കണമിടയായി. കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച രീതിയിൽ പറഞ്ഞു, നിനക്ക് ഇവിടത്തെ ശുശ്രൂഷയല്ല, നീ ഇവിടെ വിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്ഥലവും കാണിച്ചു തന്ന്, അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഭോപ്പാലിലോട്ട് അയക്കുന്നത്. ഭോപ്പാലിലോട്ട് അയക്കുമ്പോൾ ഞങ്ങൾക്ക് ആരും പരിചയമില്ല. ദൈവത്തിന്റെ ദാസൻ അതിനു മുൻപ് പലരും ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് അങ്ങനെ ഭോപ്പാലിൽ കടന്നു വന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും അറിയാതെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ പിതൃദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടുകൊണ്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന്. നമുക്ക് ഒന്നുമില്ല. അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്കുള്ള വാഹനത്തിലെ സാധനങ്ങൾ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അവിടെയുള്ള സഭയിൽ വേറൊരു ആള് ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോന്നു. ഞങ്ങൾ പോന്നപ്പോ ഞങ്ങൾക്ക് ഇവിടെ വീടുണ്ടോ, എവിടെ താമസിക്കും, കുഞ്ഞുങ്ങളെ ഏത് സ്കൂളിലാക്കും, മുൻപോട്ട് എങ്ങനെയാ, ഞങ്ങൾക്ക് വലിയ ബാങ്ക് അക്കൗണ്ടോ ഒന്നുമില്ല. വിശ്വാസത്തോടുകൂടെ ദൈവം പറഞ്ഞു ഇറങ്ങാൻ. ഞങ്ങൾ അവിടെ നിന്ന് വിശ്വാസത്തോടുകൂടി കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്ന ചില ഇടയ്ക്കുള്ള വഴിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ബൈ റോഡാണ് ഞങ്ങൾ വന്നത്. വഴി ആയപ്പോഴാണ് ഞങ്ങൾ ഭോപ്പാലിൽ അറിയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ദേവദാസൻ പറഞ്ഞു ഞങ്ങളിനെ ഭോപ്പാലിലോട്ട് വരുവാന്ന്. അവര് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങോട്ട് പോരെ, ഒരു കുഴപ്പവുമില്ല. ആ ഒരു ദൈവദാസൻ ഒരു ദൈവസ്നേഹമുള്ള നല്ലൊരു അഭിഷിക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് പോരെ, ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം അന്നേരം തന്നെ വേറൊരാളോട്, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെന്റക്കോസ്റ്റിൽ ഒരു മലയാളികളുടെ ഒരു വീട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ രത്ലാമിൽ നിന്ന് ഒരു അഭിഷിക്തനായിരിക്കുന്ന കർത്തദാസൻ വരുന്നുണ്ട്, ഇവിടെ മിനിസ്റ്റർ ചെയ്യാൻ വരുക, അവർക്ക് ഒരു വീടിന്റെ ആവശ്യമുണ്ട്, സഹോദരിയുടെ വീട് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ആ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. ഒരു ദൈവദാസൻ എന്റെ വീട് വന്ന് വാടകയ്ക്ക് എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് നല്ല സമ്മതമാണ്. അവരാ രാത്രി പണിക്കാരെ വിട്ട് ആ വീടെല്ലാം 2 നില വീട്, വലിയൊരു വീടാ. ആ വീട് മൊത്തം അവര് പെയിന്റിങ് ചെയ്യിപ്പിച്ചു. പുറത്തുള്ള കാടുകളെല്ലാം വെട്ടിത്തെളിപ്പിച്ചു. വെള്ളം ഞങ്ങൾക്ക് വേണ്ടി വരുമ്പോ കുടിക്കാനുള്ള വെള്ളത്തിന്റെ ക്രമീകരണങ്ങൾ അവർ ചെയ്തു വെച്ചു. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചു. അതുവരെ ആ വീടിന്റെ പണികൾ തീരുന്നത് വരെ ഞങ്ങളെ ഈ വിളിച്ച ആ ദൈവദാസൻ അവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് താമസവും ഫുഡും എല്ലാം ഞങ്ങൾക്ക് അവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഒരാഴ്ച അവരുടെ വീട്ടിൽ നിന്നതിന് ശേഷം ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറി താമസിച്ചു. അങ്ങനെ അവിടെയും ഞങ്ങൾക്കൊന്നുമില്ല, വിശ്വാസികൾ ആരുമില്ല. ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ദൈവം ഓരോരുത്തരും ഞങ്ങൾക്ക് തരുവാൻ തുടങ്ങി. എല്ലാം ഹിന്ദിക്കാരുടെ ഇടയിൽ ഞങ്ങൾ പോയി പ്രവർത്തിച്ചു. അവിടെ വേറെ ചർച്ചസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കടന്നുപോയി ഇടപെടുന്ന വ്യക്തികളോടെല്ലാം അപ്പോഴൊക്കെ ഹിന്ദിയൊക്കെ എന്നെ നന്നായി ദൈവം പഠിപ്പിച്ചു. ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കർത്താവിന് വേണ്ടി പറയും, ദൈവത്തിന് വേണ്ടിയിട്ട് നാം എന്ത് ഉപേക്ഷിക്കുന്നുവോ അത് ദൈവം നമുക്ക് തന്നിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിദ്യാഭ്യാസം ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം വേണ്ട, എനിക്ക് കർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ചാൽ മതി, കർത്താവിന്റെ സാക്ഷിയായിട്ട് നിന്നാൽ മതി എന്ന്. നോർത്ത് ഇന്ത്യയിൽ പോയി 3 മാസത്തിനകം ഞാൻ ഹിന്ദിയില് ഫ്ലുവന്റ് ആയിട്ട്, മലയാളം പറയുന്നതിനെക്കാട്ടി ഫ്ലുവന്റ് ആയിട്ട് ഹിന്ദി പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ നൽകി തന്നു. ഹല്ലേലൂയ, സ്തോത്ര.
അങ്ങനെ ഞങ്ങൾ വന്നു, ഭോപ്പാലിൽ കടന്നു വന്നു, ദൈവത്തിന്റെ സുവിശേഷമൊക്കെ പറയാൻ തുടങ്ങി. ഓരോരുത്തരെ ദൈവം ഞങ്ങൾക്ക് കൂട്ടിനായിട്ട് ദൈവം നൽകി തന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെറിയതായിരിക്കുന്ന ഒരു ചർച്ച് പോലെ ഞങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി, സഭ വളരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ദൈവം തന്ന വീട് നല്ലൊരു വലിയ ഹാളുള്ളത് കൊണ്ട് എത്ര പേര് വന്ന്, ദൈവം അത് നേരത്തെ കുട്ടിയൊക്കെ ഞങ്ങൾക്ക് തന്നതാ. കാരണം ദൈവത്തിനറിയാം, എല്ലാം ഇട്ടേച്ച് എല്ലാം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ രത്നാമില് ചർച്ച് പണിത്, ഞങ്ങളുടെ പാഴ്സനേജ് പണിത്, പാസ്റ്റർ നല്ല അമേരിക്കൻ സ്റ്റൈലിലൊക്കെയുള്ള പാഴ്സനേജ് ആണ് ഞങ്ങൾ പണിതത്. കണ്ടാൽ പാസ്റ്റർ വിശ്വസിക്കത്തില്ല. ആ സ്റ്റെയർ കേസ് ചർച്ചിന്റെ പണി കഴിഞ്ഞു, മേളില് ഞങ്ങൾ വീട് വെച്ചു. ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് താമസത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന സമയത്ത് കർത്താവിന്റെ ദാസന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുക, ഞാൻ നിന്നോട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നീ ഇറങ്ങുമോന്ന് ഒരു വാക്ക് ദൈവദാസന്റെ ചെവിയിലോട്ട് വന്നു. അപ്പോ ലോകപ്രകാരം നമ്മൾ നോക്കിയാല് ആരാണേലും അത് വിട്ടുപോകത്തില്ല. കാരണം സ്വന്തം അധ്വാനിച്ച് അതിന്റെ ഓരോ ഇഷ്ടിക എവിടെ വെച്ചിരിക്കുന്നു എന്ന് ദൈവദാസന് അറിയാം. അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തത് കർത്താവിന്റെ ദാസൻ തന്നെയാ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതെന്ന് ആരാണേലും ഒന്ന് ചിന്തിക്കും. പക്ഷെ ദൈവദാസൻ അന്നേരം തന്നെ അവർക്ക് മറുപടി കൊടുത്തു. ഇന്ന് ദൈവം എന്നോട് പറഞ്ഞാലും, ദൈവമേ, ഞാൻ അങ്ങയുടെ വാക്ക് കേൾപ്പാൻ ഞാൻ മനസ്സുള്ളവനാ. പാസ്റ്റർ, ഞങ്ങൾ അവിടെ കൂടി വന്നാൽ 1 വർഷം ഞങ്ങൾ താമസിച്ചു കാണും. അതിനകം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വേറൊരു പാസ്റ്റർ ഞങ്ങളത് ഏൽപ്പിച്ചിട്ട് ദൈവം ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഭോപ്പാൽ എന്ന് പറയുന്ന പട്ടണത്തിലോട്ട് ഞങ്ങൾ കടന്നു വന്നു. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ ആ ഒരു വലിയതായിരിക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് വാടകയ്ക്കാണ്. പക്ഷെ അവിടെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഞങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾ ഓരോന്ന് പതിയെ കടന്നു വരുന്നു. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടണം. അവരവിടെ CBSE ഇതിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാ. അവരിവിടെ വന്ന് സ്കൂളിൽ ചേർക്കണം. അവരുടെ സ്കൂളിൽ നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിലും ഭയങ്കര ഫീസാ. അന്നത്തെ സമയങ്ങളിൽ, ഇപ്പോഴും ഭയങ്കര ഫീസാണ്. അന്നത്തെ സമയത്ത് നമുക്കൊന്ന് ഓർക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെ കൊണ്ടുപോകുന്നത്. വീടിന്റെ വാടക കൊടുക്കണം, ഫുഡിന്റെ കാര്യങ്ങള്. ഞങ്ങളുടെ ഇളയ കുഞ്ഞ് അന്ന് ഉണ്ടായിട്ട് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അവന്റെ പാല് കൊടുക്കണം. അവന്റെ പാല് മേടിക്കുവാനുള്ള ആ പൈസ പോലും ഞങ്ങളുടെ കരങ്ങളിലായിരുന്നു. വിശ്വസിക്കത്തില്ല, ഞാൻ ഓരോ ദിവസവും ഈ കവറ് പാല്, അന്ന് 3 രൂപ കൊടുത്താൽ ഒരു ചെറിയ കവറ് പാല് കിട്ടും. ഞാൻ അതിനു വേണ്ടി ഓരോ ദിവസം ഈ സോഫയുടെ ഇടയിലൊക്കെ ഇങ്ങനെ കൈയിടും. ആ കൈയിടുമ്പോൾ അവിടെ നിന്ന് 3 രൂപ കിട്ടും. ഫ്രിഡ്ജിന്റെ മേളിൽ കൈ തപ്പുമ്പോൾ അവിടെ നിന്ന് 3 രൂപ കിട്ടും. ബെഡിന്റെ ഇടയിൽ ഇങ്ങനെ കൈ തടയുമ്പോൾ അവിടെ നിന്ന് 3 രൂപ കിട്ടും. എനിക്കറിയത്തില്ല ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പാല് കൊടുക്കാൻ ദൈവം എങ്ങനെ എന്റെ കയ്യിൽ പൈസ തരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും ദൈവം എങ്ങനെ ക്രമീകരിക്കുന്നു എന്ന് അറിയത്തില്ല. പലരായിട്ടും അവിടെ നിന്നായിട്ട് ഇവിടെ നിന്നായിട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓരോ ദിവസം ദൈവം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ന് അവർ കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം, മറ്റുള്ള ഞങ്ങളുടെ ബ്രേക്ക് ആയി പോകരുത്, സ്കൂൾ തുറക്കുമ്പോഴത്തേനും സ്കൂളിൽ പോകണം. അപ്പൊ 2 മാസത്തെ വെക്കേഷൻ ഉണ്ട്. മെയ് മാസത്തിലാണ് ഞങ്ങൾ വരുന്നത്. ജൂലൈ മാസത്തിൽ സ്കൂൾ തുറക്കും. അപ്പോഴത്തേക്കും സ്കൂളിന്റെ എല്ലാവരും പറഞ്ഞു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞിട്ട് അഡ്മിഷനുള്ള കാശ് എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഒപ്പിച്ചു കിട്ടി. അങ്ങനെ കുഞ്ഞുങ്ങളെ 2 പേരെയും ചേർന്ന് ഞങ്ങൾ അഡ്മിഷൻ ആക്കി. അപ്പൊ അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യൻ സ്കൂളാണ്. അപ്പം അവരോട് ഞങ്ങൾ പറഞ്ഞു, ഒരു പാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞപ്പം ഇളയ കുഞ്ഞിന് ഫീസ് ഹാഫ് ആയിട്ട് തന്നു. മൂത്ത കുഞ്ഞിന് ഫുള്ളും, ഇളയ പൈതലിന് ഹാഫ് ആയിട്ടുള്ള ഫീസ് തന്നു. അങ്ങനെ മൂത്ത 2 കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേർന്നു. സ്കൂളിൽ ചേർത്തിട്ടും 1 മാസം കഴിഞ്ഞിട്ടും അവരുടെ ബുക്സ് മേടിക്കുവാനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ പൈസ ഇല്ല. അപ്പൊ പിന്നെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവേ, ഞങ്ങൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പറയാൻ തുടങ്ങി. അവർക്ക് അറിയത്തില്ലല്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പാസ്റ്ററിന്റെ വേദന എന്താണെന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ. ടീച്ചറെ കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി. യൂണിഫോം ഇടാതെ സ്കൂളിൽ വരരുത്, ബുക്സ് ഇല്ലാതെ ക്ലാസ്സിൽ കയറരുത്, കുഞ്ഞുങ്ങളെ പുറത്തിറക്കി നിർത്താൻ തുടങ്ങി. അപ്പൊ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പോകത്തില്ല ഇനി സ്കൂളില്, ടീച്ചർമാർ ഇങ്ങനെ പറയാന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ ദൈവത്തെ നിന്നെ നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ കണ്ണുനീര് ദൈവമേ നീ കാണുന്നില്ലേ? ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് രാത്രിയിൽ തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഞങ്ങൾ അറിയാത്തവര് ഞങ്ങളുടെ വാതിൽക്കൽ വന്ന് പൈസ ഇട്ടിട്ട് പോയി. നമ്മൾ വിശ്വസിക്കത്തില്ല, നമ്മൾ പറയത്തില്ല ദൈവം എന്താ നൂലിൽ കെട്ടി ഇറക്കി തരുമോന്ന്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട് അടച്ചിരിക്കുമ്പോൾ കതകിന്റെ അടിയിലുള്ള ഗ്യാപ്പിൽ കൂടെ കവറിന്റെ അകത്ത് പൈസ ഇട്ടിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് പോയവരുണ്ട്. പറഞ്ഞിട്ടില്ല ആരാന്ന്. ഇന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ അന്നും പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ഫീസിന്റെ ക്രമീകരണങ്ങളും അവരുടേതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നൽകി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രി അങ്ങനെ
അങ്ങനെ വളർന്നു വന്നു. പതിയെ 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 അത് മുൻപോട്ട് ഞങ്ങൾ കടന്നുപോയി. പല വീടുകളും ഞങ്ങൾ മാറി മാറി താമസിച്ചു. പല സ്ഥലങ്ങളിൽ ഞങ്ങള് ഹോട്ടലുകള് റൂം എടുത്ത് ഞങ്ങള് ആരാധന നടത്തിക്കൊണ്ടിരുന്നു. കോളേജിൽ റൂം എടുത്ത് ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷമായി ഭോപ്പാലില് വലിയൊരു ജീസസ് ടവർ എന്ന് പറയുന്ന ഒരു ദൈവഭക്തന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങള് റെന്റിന് ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ മാറി 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 ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവരുടേതായിരിക്കുന്ന പഠനം, അവരുടേതായിരിക്കുന്ന വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസ്, അവർ അതിന്റെ ഇടയ്ക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുക, ഈ കാര്യങ്ങളെല്ലാം കർത്താവ് നിവൃത്തിയായിട്ട് നൽകി തന്നു. ലാസ്റ്റില് ഭോപ്പാലിന്റെ പ്രദേശത്ത് സ്ഥലം വാങ്ങിക്കുവാനും അവിടെ ചർച്ച് ബിൽഡിംഗ് പണിയുവാനും അവിടെ ഞങ്ങൾക്ക് സ്വന്തമായിരിക്കുന്ന ഒരു വീട് വെക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു തന്നു. നല്ല വിശ്വാസികൾ, ഇഷ്ടം പോലെ വിശ്വാസികൾ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ സ്വന്തമായിട്ട് സ്കൂൾ നടത്തി. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനോട് പിന്നെയും പിന്നെയും ആത്മാവ് ഹേമിപ്പിക്കുന്നു, നീ ഇവിടെ നിന്ന് വിട്ടുപോകണം, നീ ഇവിടെ നിന്ന് പോകണം. അപ്പൊ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ? നമുക്കിവിടെ ഭാഷ അറിയാം. നാട്ടിൽ പോയാലൊന്നും നമുക്ക് ഭാഷ അറിയത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ദൈവം കൃത്യമായിട്ട് കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ വീണ്ടും വീണ്ടും ഹേമിപ്പിക്കുന്നു, കേരളത്തിലോട്ട് പോകുക, കേരളത്തിലോട്ട് പോകുക. പക്ഷെ കേരളത്തിൽ വന്നാൽ കുഞ്ഞുങ്ങൾക്ക് കേരളം ഇഷ്ടമല്ല. അവർക്ക് ഒന്നാമത് ലാംഗ്വേജ് അറിയത്തില്ല. ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങള്, ഇവിടെ നാട്ടിൽ ഞങ്ങൾ എല്ലാ വർഷവും വരുമെങ്കിൽ കൂടി വന്നാൽ 15 ദിവസം, അതിനപ്പുറം ഞങ്ങൾ തിരിച്ചു പോകും. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ എല്ലാം. അവർക്ക് അവിടെ തന്നെ നോർത്ത് ഇന്ത്യയാണ് അവർക്ക് ഇഷ്ടം. ഇന്നും അവർക്ക് നോർത്ത് ഇന്ത്യ, അവർ ഗൾഫിലും അമേരിക്കയൊക്കെ ആണെങ്കിലും ഇന്നും അവർക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാ വർഷവും, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എങ്ങനെ പോകണം ഇതൊന്നും അറിയത്തില്ല. പല പ്രാവശ്യം പാസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ചു, പോകണം ഇടുന്നെന്ന് മാറും. ഞങ്ങളോർത്ത് നല്ല സഭയുണ്ട്, നമുക്ക് താമസിക്കാൻ ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യങ്ങളും. പാസ്റ്ററിന് നല്ലൊരു പിടിപ്പുള്ള സ്ഥലമാണ്. കാരണം അവിടുത്തെ പൊളിറ്റിക്കായിട്ടും അവിടുത്തെ മന്ത്രിമാരായിട്ടും അവിടുത്തെ വലിയ വലിയ ബിഷപ്പുമാരായിട്ടും എല്ലായിടത്തും പൊതുസ്ഥലങ്ങളില് എല്ലാ കാര്യങ്ങളിലും നോക്കി നടക്കുന്ന, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങൾക്കും അവിടെ ക്രിസ്ത്യൻസിന്റെ ചർച്ചകളിലോ എന്ത് കാര്യമുണ്ടായാലും ആദ്യം കോള് വരുന്നത് പാസ്റ്ററിന്റെ അടുത്തായിരിക്കും. അങ്ങനെ വലിയൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാ. അപ്പോൾ ഈ ഇവിടെ വിട്ടു പോകണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത, കാരണം നമ്മുടെ സ്വന്തം ഒരു സ്ഥലത്തെ പോലെ ഞങ്ങള് ആ സ്ഥലത്തെ കണ്ട് അവിടുത്തെ ആളുകൾ, ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ മുസ്ലിംസുള്ള, പക്ഷെ അവരെയൊക്കെ ഞങ്ങൾ വിളിക്കുകയും ക്രിസ്മസിനെ ആ ഒരു അവസരം നോക്കി ഞങ്ങൾ അവരോടൊക്കെ വിളിച്ച് അവരോട് സുവിശേഷം പറയുകയും ബൈബിൾ കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നല്ല സ്നേഹത്തിൽ കടന്നു പോകുന്ന, നല്ല ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഒന്നിനും ഒരു ഇതുമില്ലാത്ത നല്ല വിശ്വാസികൾ, സ്നാനപ്പെടുന്നവരെല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒത്തിരി, ഞാൻ പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ഒത്തിരി ഗ്രാമത്തിലുള്ള സഹോദരങ്ങളെ ഞങ്ങളുടെ സ്വന്തം ചെലവില് ഈ ഇല്ലായ്മയുടെ സമയത്തും ഞങ്ങൾ ഉള്ളത് കൊണ്ട് അവരെ എടുത്ത് ഞങ്ങൾ ബൈബിൾ ടീച്ചിങ് ഓരോ വർഷത്തെ 6 മാസത്തെ ഞങ്ങൾ ബൈബിൾ കോഴ്സ് പഠിപ്പിച്ച് അവരെ കർത്തൃവേലയ്ക്കായിട്ട് ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അനേക സ്ഥലങ്ങളിൽ അവരൊക്കെ അറിയപ്പെടുന്ന നല്ല നല്ല പാസ്റ്റേഴ്സ് ആയിട്ട് ഇന്നും അവർ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാര്, കുടുംബമായിട്ട് താമസിക്കുന്നവരുണ്ട്. പലർക്കും അവര് സ്കൂളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവരൊക്കെയുണ്ട്. വളരെ ഞങ്ങളെക്കാളും വളരെ ഹയസ്റ്റ് തലത്തില് അവരൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇല്ലായ്മയുടെ സമയത്ത് ഞങ്ങൾ ഓർഫനേജ് ഞങ്ങൾ നടത്തി. 19 അനാഥ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുത്തു വളർത്തിയ സമയമുണ്ട്. ഇതൊക്കെ രത്ലാമിലായിരുന്നു. അത് ഞങ്ങൾക്ക് ഇളയ 3ാമത്തെ മകൻ ഉണ്ടാകുന്നതിന് ജസ്റ്റ് മുമ്പ് ആ സമയത്ത് ഞങ്ങളുടെ കാര്യങ്ങളിൽ വല്ല പൈസയൊന്നുമില്ല, പക്ഷെ എങ്കിലും അങ്ങനെ ഒരു ആത്മാവിൽ ഒരു പ്രേരണയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അനാഥാശ്രമം നടത്തുവാൻ, അത് വേറെ വീടൊന്നും എടുത്തില്ല, ഞങ്ങളുടെ അന്ന് താമസിക്കുന്ന ഒരു ചെറിയൊരു വീടായിരുന്നു. അതിന്റെ അകത്ത് ഉള്ളതില് ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾ എടുത്തി വളർത്തി. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അവരെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ആ ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. ഞാനിതൊക്കെയും പറയുന്നത്, നമ്മുടെ ഇല്ലായ്മയിൽ നാം ചെയ്യുന്നത് അത് നമ്മുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. അത് നമ്മുടെ തലമുറയ്ക്ക് ഒരിക്കലും ഒരു നന്മയ്ക്ക് ഒരിക്കലും അതെന്തോ പറയുന്ന, ഒരിക്കലും ദൈവം അത് കണക്കിടാതെ പോകത്തില്ല. ദൈവം നീതിയുള്ള ദൈവമാണ്, ദൈവം വിശ്വസ്തനാ. നാം എന്ത് ചെയ്യുന്നുവോ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ വേണ്ടി നാം ചെയ്യുന്നുവോ ഈ ലോകത്തിൽ, അതിനുള്ള പ്രതിഫലം നമ്മുടെ മക്കളിൽ കൂടെ ദൈവം അത് ചെയ്തിരിക്കും. ഇന്ന് അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളില് അവർ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവർ സഹായിക്കുന്നു, അവർക്കുള്ളതുപോലെ അവർ ദൈവം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഭോപ്പാലിലായിരുന്നു. ദൈവം ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാതെ വന്നപ്പോൾ ആണ് എനിക്ക് നടുവിന്റെ പ്രയാസങ്ങൾ കടന്നു വന്നത്. കാരണം ഞങ്ങൾ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കേറിയിറക്കം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് നടുവേദന വന്നപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തു, സ്റ്റെപ്പ് ഒന്നും കയറി ഇറങ്ങരുത്. അപ്പൊ ഞങ്ങൾ ഈ പോകണം എന്ന് പറഞ്ഞപ്പോഴൊന്നും ദൈവം പോകാതെയായപ്പോ ദൈവം എന്റെ നടുവിനെ അങ്ങ് പിടിച്ചു. കാരണം ഇനിയെങ്കിലും ഇവരൊന്ന് പോകട്ടെ.
എന്നിട്ടും ഞങ്ങളത് വലിയ സീരിയസ് ഒന്നും ആക്കിയില്ല. എനിക്ക് നടുവേദന വന്നു, അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചു. BMCHRC എന്ന് പറയുന്ന ഭോപ്പാലിലെ ഗ്യാസ് ട്രാജഡി നടന്ന അവിടുത്തെ ആ ഹോസ്പിറ്റൽ, ആദ്യം പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കാൽസ്യത്തിന്റെ കുറവാണെന്നൊക്കെ പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തു വിട്ടു. പക്ഷെ അതിനുശേഷം ഈ BMCHRC ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോഴാണ് എന്റെ ഡിസ്ക് ബൾജ് ആയിട്ടിരിക്കുന്നത് കണ്ടത്. L4 L5 വളരെ ബൾജ് ആയിട്ടിരിക്കുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ പകച്ചു. അപ്പൊ ആ ഡോക്ടറിന്റെ PA ആയിട്ട് ഇരിക്കുന്ന ഒരു മലയാളിയാണ്. ആ മലയാളി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊരു കാത്തലിക്കാ, ക്രിസ്ത്യനാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ ഓപ്പറേഷൻ നടത്തരുത്, നിങ്ങൾ കേരളത്തിൽ പോയിട്ട് അവിടെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ പോയാൽ മതി, അവിടെ ചെയ്യിപ്പിച്ചാൽ മതി, ഓപ്പറേഷൻ എടുത്താൽ അത് ആയി തീരത്തില്ല, ആരും അതിനുള്ള ഗ്യാരണ്ടി ഒന്നും പറയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭോപ്പാലിൽ നിന്ന് എന്റെ സഹോദരന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് കേരളത്തോട്ട് കടന്നു വന്നത്. ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇവിടെ വന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ എങ്ങും യാത്ര ചെയ്യരുത്, ഒരു വാഹനത്തിലും കയറരുത്, നടക്കരുത്, ജോലി ചെയ്യരുത്, നിങ്ങളുടെ അത്രയ്ക്കും കൂടുതൽ ബൾജായിട്ടിരിക്കുകയാണ്, ഒത്തിരി ഇതായി, അതുകൊണ്ട് നിങ്ങൾ ഇനിയും യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആകണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്താണേലും വിവാഹത്തിന് വേണ്ടിയിട്ട് വന്നതാ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് അഡ്മിറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, അനങ്ങി പോകരുത്, പോകുകയാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കണം, നല്ല കാറിലൊക്കെ സഞ്ചരിക്കണം, എങ്ങും പോയി ഇറങ്ങിയിരിക്കരുത്, ഒത്തിരി നേരം നടക്കരുത്, ജോലി ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതെല്ലാം പാലിച്ച് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. തിരുവല്ലയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഞാൻ 1 മാസം അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടന്നു. ആ സമയത്തൊക്കെ അവിടെ കടന്നു വന്ന, അവിടെയും എന്നെ ദൈവം ആക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ, അവിടെയും കടന്നു വന്നവരെല്ലാം ഒരു കുട്ടി വിശ്വാസിയായിരിക്കുന്ന ഒരു ഒരു യൗവനക്കാരിയായിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. എന്റെ മോളുടെ ഒക്കെ പ്രായമുള്ള ഒരു ആള്, അതിന് നടുവേദനയായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട്, ബാക്കി എല്ലാവരും വിശ്വാസികളല്ല. അപ്പൊ അവിടെയുള്ള ഈ ഡോക്ടർ ആണേലും തിരുമുന്നവരാണേലും അവരൊക്കെ അവിടെ ആയിരുന്ന ആ സമയത്താണേലും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇവരെല്ലാവരും വിളിക്കും. എല്ലാവരും വിളിച്ചത് ഇതുപോലെ വലിയ ഡൈനിങ് ടേബിളാ, ഫുഡ് കഴിക്കാനുണ്ട്. അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ എല്ലാവരും വിളിച്ചുകൊണ്ട് ഞാൻ പറയും, ഞാൻ ബൈബിളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ പറയും ബൈബിൾ വായിക്കാം, പാട്ടുപുസ്തകത്തെ പാട്ടൊക്കെ പാടാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ അവിടെ ഞാനൊരു രോഗിയല്ല, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, നടക്കാൻ വയ്യ, നടുവിനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് മറക്കും. ഞാൻ പറയും, നിങ്ങൾ എല്ലാവരും കുളിച്ച് എല്ലാവരും വന്നിട്ട് എല്ലാവരും വന്നിരിക്കും, ഞങ്ങൾ നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ പാടും, കൈയൊക്കെ അടിച്ച് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അവര് പറയുന്ന ആ ഡോക്ടർമാർ ഞാൻ പോരാൻ നേരത്ത് പറഞ്ഞു, ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ ഇത് നടത്തുന്നു, ഇതുവരെ വിശ്വാസികളായവരും ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ എന്നും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്നത് സഹോദരിയുടെ ഉണ്ടായത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വിടുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ ഒരു കാര്യത്തിന് സന്തുഷ്ടയായിരുന്നു, പക്ഷെ എന്റെ നടുവിന്റെ വേദനയ്ക്ക് ഒരു വ്യത്യാസവും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. കാരണം ഒത്തിരി എന്നെ തിരുമ്മി, മറ്റേ കിഴി പിടിച്ചു, സ്റ്റീം ബാത്ത് ചെയ്തു, ഫുള്ള് കിടന്നു, വെയിറ്റ് ഇട്ടു, ഇതെല്ലാം ചെയ്തെങ്കിലും എന്റെ നടുവേദനയ്ക്ക് വേണ്ടതുപോലെ ഒരു കുറവ് എനിക്ക് കിട്ടിയില്ല. അവിടെ നിന്ന് വീണ്ടും വീട്ടിൽ വന്നതിന് ശേഷം 3 മാസം പിന്നെ ബെഡ് റെസ്റ്റ് ആണ്, ഫുൾ ബെഡ് റെസ്റ്റ്. അങ്ങനെ ആ ബെഡ് റെസ്റ്റിൽ ഞാൻ കിടക്കുന്ന സമയത്താണ് എന്റെ ഒരു കസിൻ വന്നിട്ട് ഈ അരോമ TV മിനിസ്ട്രിയെ കുറിച്ച് എന്നോട് പറയുകയും ഇതിൽ പറയുന്ന സാക്ഷ്യങ്ങളെ കുറിച്ച്, അത് ആ ചാനൽ ഓപ്പൺ ചെയ്താൽ യൂട്യൂബിൽ കയറിയാല് അതിനെക്കുറിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കാമെന്ന് പറയുകയും അന്ന് മുതല് ഞാൻ ഇതിനെക്കുറിച്ച് ഈ അരോമ TVയിൽ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ, ഒട്ടുമിക്ക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. എന്റെ 3 മാസത്തെ ആ കിടപ്പില് എനിക്ക് ധൈര്യം നൽകിയതും എന്നെ ഉറപ്പിച്ചതും, എനിക്ക് ഈ വേദന ഉണ്ടെങ്കിലും ആ വേദനയൊക്കെ മറന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് കാരണമായ ഒരു TV ചാനൽ എന്ന് പറയുന്നത്, ഒരു യൂട്യൂബ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ അരോമ TV ചാനലാണ്. ഞാൻ ഒത്തിരി അതിന് സന്തോഷിക്കുന്നു. പക്ഷെ ഞാൻ അന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ചാനലിൽ കടന്നു വന്ന് ഇങ്ങനെ എന്റെ സാക്ഷ്യം പറയാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ അങ്ങനെ എന്റെ സിസ്റ്ററിലോ ആയിരിക്കുന്ന സിസ്റ്റർ മോനി ഇതിലോട്ട് എന്നെ വെൽക്കം ചെയ്തു, ഇങ്ങനെ പാസ്റ്ററുമായിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ പാസ്റ്ററിനെ വിളിച്ച് എനിക്ക് ഒരു സമയം തന്നതിൽ ഈ അരോമ TV ചാനൽ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഇതിൽ കാണുന്ന ഓരോ സാക്ഷ്യങ്ങൾ
സാക്ഷ്യങ്ങൾ ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. അത് നാം കേൾക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാത്രമല്ല, ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിലും അവരെ കൂടെ വിശ്വാസത്തിലോട്ട് നയിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി പിന്മാറ്റാവസ്ഥയിലാണെങ്കിൽ അവരെ പിന്മാറ്റാവസ്ഥയിൽ നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനൊക്കെ അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളിൽ ആണ് ഈ ചാനൽ നമുക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഹല്ലേലൂയ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് കർത്താവിന്റെ ദാസനോട് സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകര് ഒരുപക്ഷെ ഇതിൽ കടന്നു വരുന്ന ഈ സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ട ലോകത്ത് അറിയപ്പെടുന്നവരൊന്നുമല്ല, എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് വലിയ സാക്ഷ്യം ദൈവം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് വചനം പറയുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം ഇല്ലാതെ എങ്ങനെ ഒരു സാക്ഷ്യം, നാം ചർച്ചിൽ കടന്നു ചെല്ലുന്നു, 100 പേര് 200 പേര് കേൾക്കുന്നു, അതിൽ കൂടുതൽ കേൾക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ചാനൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി പ്രവർത്തിക്കുമ്പോൾ ഈ ചാനലിൽ കൂടെ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു TV ചാനൽ ഉള്ളത് അത് വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ അത് നടത്തുവാൻ ദൈവദാസന് ദൈവം അത് ഉപയോഗിക്കുന്നതിനായിട്ട് ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ കേരളത്തിലോട്ട് കടന്നു വന്ന് ഇവിടെ കടന്നു വന്നതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച ഈ ചാനലിലെ ഈ സാക്ഷ്യങ്ങളും അതുപോലുള്ള മറ്റുള്ള ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ കഴിഞ്ഞ യൗവന പ്രായത്തിന് കർത്താവിന് വേണ്ടിയിട്ട് ഓടിയിട്ടും അധ്വാനിച്ചതും എന്താ വെറുതെ ആയിപ്പോയോ? എന്നെ ഇങ്ങനെ കിടപ്പിലാക്കുവാനാണോ കർത്താവെ ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ചിട്ട്? അതിന്റെ റിസൾട്ട് ഇതാണോ കർത്താവെ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. എന്നെ കാണാൻ വരുന്ന എന്റെ കസിൻസ് വിശ്വാസികളായവരൊക്കെ എന്നോട് ഒന്ന് പറയും, അതെന്നെ ഒത്തിരി സന്തോഷിപ്പിക്കും. അവരെന്നോട് പറയും, മോളെ നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, നീ നിന്റെ യൗവനത്തിന് നീ ഒത്തിരി പേര് നീ ഒത്തിരി ഓടിയില്ലേ, ഒത്തിരി അധ്വാനിച്ചില്ലേ, ഒത്തിരി ദൈവദാസന്മാരെ നീ പോറ്റിയില്ലേ, ഒത്തിരി പേർക്ക് വെച്ച് വിളമ്പി കൊടുത്തില്ലേ, ഒത്തിരി സ്ഥലങ്ങളിൽ നീ കടന്നു പോയില്ലേ, ഇതിനെല്ലാത്തിനുമായിട്ട് ഒന്നിച്ച് നിനക്കൊരു റെസ്റ്റിംഗ് പീരിയഡ് ദൈവം തന്നിരിക്കുന്ന, നീ അതുകൊണ്ട് സന്തോഷിച്ചോ. നീ ഇപ്പം കിടന്നോ, നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നിനക്ക് റെസ്റ്റ് ദൈവം തന്നേക്കുക. ഇത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദൈവം നിനക്ക് ഇനിയും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, നിന്നെ ഇനിയും ദൈവം എഴുന്നേൽപ്പിക്കും. എനിക്ക് ഹൃദയത്തിൽ ഒത്തിരി എനിക്കത് ആശ്വാസം വിടുതലും തരും. അങ്ങനെയൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ശബ്ദമാണ്, മകളെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ ഈ തരുന്ന വേദന അനുഭവിക്കുവാൻ നിനക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിനക്ക് വേദന തന്നിരിക്കുന്നത്. വേറെ ആർക്കും ഞാൻ ഇത് കൊടുക്കത്തില്ല. എങ്കിലും എന്റെ കൃപ നിനക്ക് മതി. ഈ ഒരു വാക്യം ഇന്നും പാസ്റ്ററെ എനിക്ക് വേദനയുണ്ട്, ഒത്തിരി നേരം എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, അപ്പോഴത്തേനും കാലിലൊക്കെ ഇങ്ങനെ വളരെ ഒരു പ്രയാസമുണ്ട്, നടുവിന്റെ ഇടുക്കിനൊക്കെ പ്രയാസമുണ്ട്. എങ്കിലും ഞാൻ പോകാത്ത സ്ഥലമില്ല. എവിടെ എനിക്ക് ശുശ്രൂഷിക്കുവാൻ സ്ഥലം തന്നാലും ഞാൻ അവിടെ നിന്ന് സംസാരിക്കും. എത്ര സമയം വേണമെങ്കിലും ഞാൻ ശുശ്രൂഷിക്കും. എന്റെ സാക്ഷ്യം പറയും, വചനത്തിൽ നിന്ന് പറയും. അത് ഹിന്ദിയാണോ മലയാളമാണോ എനിക്കൊന്നും ഒരു വിഷയമല്ല, ഞാൻ പറയും. അന്നേരം ഒന്നും എന്റെ വേദന, എവിടെ പോയി എനിക്ക് വേദനയുണ്ടോ, ഞാൻ രോഗിയാണോ എന്നൊന്നും ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവം എന്നെ ഇന്നും ബലത്തോടുകൂടെ നടത്തുന്നു. എന്നോട് ചോദിക്കും, ഇന്നും ആൾക്കാർ ചോദിക്കും, നിന്റെ നടുവേദനയൊക്കെ മാറിയോ, കുറഞ്ഞോ? ഞാൻ പറയും, എന്റെ ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് എത്ര വിശ്വസ്തനായിരുന്നു, എത്ര അഭിഷിക്തനായിരുന്നു, എത്ര ശ്രേഷ്ഠമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് അവൻ പ്രയോജനപ്പെട്ട വ്യക്തിയായിരുന്നു. 3 പ്രാവശ്യം ദൈവത്തോട് യാചിച്ചില്ലേ? അവന് ദൈവം ഒരു ശൂലം കൊടുത്തിരിക്കുവായിരുന്നു, അല്ലെ? അവന് കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. പക്ഷെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ദൈവം അന്ന് ഇത് എന്തുകൊണ്ടാ പൗലോസിന് മറുപടി കൊടുക്കാഞ്ഞത്? എന്തുകൊണ്ടാ പൗലോസിന്റെ ആ രോഗം ദൈവം മാറ്റാഞ്ഞത്? കർത്താവ് പറയുന്നു, ഞാൻ അവന്റെ ശരീരത്തിൽ അവൻ നിഗളിക്കാതിരിക്കേണ്ടത് ഞാൻ അവന് ശൂലം കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ദൈവം എനിക്കും അങ്ങനെ ആയിരിക്കാം, ഒരുപക്ഷെ നിഗളിക്കാതിരിക്കേണ്ടത് തന്നെ. ഹല്ലേലൂയ, ദൈവം എനിക്കൊരു ശൂലം തന്നിരിക്കുന്നതായിരിക്കാം. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ കൃപ എനിക്ക് മതി. ആ കൃപ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഹല്ലേലൂയ ദൈവം അയക്കുന്നിടത്തൊക്കെ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം തരും. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ വിശേഷമായി ബഹ്റൈനിൽ നിന്ന് അങ്ങനെ ഒരു ഓഫർ ഞങ്ങൾക്ക് കടന്നു വന്നു. അവിടുത്തെ ഒരു ചർച്ചിലെ സഭാ ശുശ്രൂഷകനായിട്ട് ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിൽപ്പാൻ കർത്താവിന്റെ ദാസനെ അവിടെ നിയോഗിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ബഹ്റൈനിൽ ഞങ്ങൾ ആയിരിക്കുന്നു. എന്നാൽ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങള് നാട്ടിൽ കടന്നു വന്നത്. അതിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ അതിന്റെ റിസൾട്ട് കിട്ടുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ യുദ്ധങ്ങളെല്ലാം തുടങ്ങുവാൻ തക്കണം ഇടയായത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എപ്പോൾ ഫ്ലൈറ്റ് എല്ലാം സ്റ്റാർട്ടാവും ഞങ്ങൾ തിരിച്ച് ബഹ്റൈനിലോട്ട് കടന്നു പോകും. അവിടെ വീണ്ടും ശുശ്രൂഷയിലായിരിക്കും. ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തും ഞങ്ങളുടെ പ്രേക്ഷകരെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട്
ഞങ്ങൾ ഒരു സൂം പ്രയർ നടത്തുന്നുണ്ട്. അത് ഹിന്ദിക്ക് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് രാവിലെ 5:45 മുതൽ 7 മണി വരെ ഞങ്ങൾ ആ സൂമിൽ പ്രയർ നടത്തുന്നു. ഞങ്ങൾ രാവിലെ തന്നെ അതില് അന്യഭാഷയിൽ ദൈവത്തെ കുറിച്ച് സമയം ഞങ്ങൾ ടങ്സിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷമായിട്ട് വർഷിപ്പ് ചെയ്യുന്നു, പ്രയർ ചെയ്യുന്നു, അതിനുശേഷമായിട്ട് മെസ്സേജ് കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തുടർമാനമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഞായറാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും അനേക ഡിവൈസസുകൾ രാവിലെ തൊട്ട് ആ സൂമിൽ പ്രയർ കയറി, അത് ദൈവദാസൻ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ തന്നെ നമ്മളത് പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങളത് ബഹ്റിനിൽ കടന്നു പോകുമ്പോൾ അവിടുത്തെ സമയത്ത് വെളുപ്പിന് 3:30 സമയമായതുകൊണ്ട് ആ സമയത്ത് ഞങ്ങളോട് കൂട്ടത്തിൽ അനേക ഹിന്ദിക്കാരായിരുന്ന പാസ്റ്റേഴ്സും മലയാളി പാസ്റ്റേഴ്സും ഒക്കെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് അവരത് വ്യക്തമായ രീതിയിൽ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. കാരണം ഹിന്ദിക്കാരുമായിട്ടുള്ള ആ കൂട്ടായ്മ, ആ ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മലയാളം ഫെലോഷിപ്പിനെക്കാട്ടും വളരെ സന്തോഷം തരുന്ന ഒരു ഫെലോഷിപ്പാ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. മറക്കാനാകാത്ത ഒത്തിരി അനുഭവങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ വന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ, ഇല്ലായ്മയുടെ അനുഭവങ്ങളും, ഇഷ്ടംപോലെ ദൈവം ഞങ്ങളെ ആദരിച്ചത്, ദൈവം ഞങ്ങളെ മാനിച്ചത്, ശ്രേഷ്ഠകരമായ പദവിയിൽ കൂടെ ദൈവം ഞങ്ങളെ നടത്തിയതെല്ലാം അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ സൂമിന്റെ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ പരസ്പരം നേരിൽ കാണാത്തവരൊക്കെയാണ് ഈ സൂമിൽ കയറുന്ന പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്നത്. അപ്പോൾ അവരുമായിട്ട് നേരിൽ കാണുവാനായിട്ട് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ ഞങ്ങൾ കൂടും. ആദ്യം ഞങ്ങൾ ഇൻഡോറിൽ കൂടി 3 ദിവസത്തെ ഞങ്ങൾ മീറ്റിംഗ് വെക്കും. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണങ്ങളും കാര്യങ്ങളും ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് പരസ്പരം കാണുവാനും സ്നേഹബന്ധത്തെ പുതുക്കുവാനും ഒക്കെയുമുള്ള കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു. രണ്ടാമത് ഞങ്ങൾ ഗോവയിൽ ഒന്നിച്ചുകൂടി. ലാസ്റ്റ് ഇയർ ഞങ്ങൾ നാഗ്പൂർ ഒന്നിച്ചുകൂടി. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവര് വരും, അവർ പറയും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കാണെങ്കിൽ ഞങ്ങൾ വരാം. അപ്പോൾ ലാസ്റ്റ് നാഗ്പൂരിൽ മീറ്റിംഗ് വെച്ചപ്പോഴും അവർ വന്നു. വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കൂടും. ഇന്നും ആ സൂമിൽ കൂടെ അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു. എന്റെ ഹസ്ബൻഡിന്റെ പേര് റെവറൻ ബിജു വർഗീസ് എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ, ഞാൻ കിടപ്പിലായിരുന്നപ്പോൾ കർത്താവിന്റെ ദാസൻ ഒത്തിരി ദുഃഖിച്ചു. കാരണം എവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു പോയാലും, ഒത്തിരി ദൂരത്തോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ എല്ലായിടത്തൊന്നും പോകുമ്പോഴൊന്നും എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഇന്ത്യയിൽ എവിടെ പോയാലും മിക്കവാറും സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവിടെയാണേലും എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ. മാർക്കറ്റിൽ പോയാലാണെങ്കിലും എന്ത് ഇതിലാണെങ്കിലും ഒന്നിച്ചു പോകും. അപ്പോൾ ഞാൻ ഈ കിടപ്പിലായിരുന്നപ്പോൾ അവിടെ നിന്ന് എന്നെ വിട്ടിട്ടാണ് ഭോപ്പാലിലോട്ട് തിരിച്ച് തന്നെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു, ഒത്തിരി പ്രയാസങ്ങൾ പെട്ടു. എന്തായിത്തീരും എന്നൊക്കെ കർത്താവിന്റെ ദാസൻ ചിന്തിച്ച് ഭാരപ്പെട്ടു. എന്നാൽ അതിനൊക്കെ ദൈവം വിടുതൽ നൽകി. ഇന്ന് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി ഒപ്പം കടന്നു പോകാൻ, അമേരിക്കയിലോട്ട് ഒന്നിച്ചു പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിലും കർത്താവിന്റെ ദാസന് അമേരിക്കയിലും അനേക പ്രാവശ്യം ഇപ്പോൾ പോകുവാനും വരുവാനും ഒക്കെ മിനിസ്റ്റർ ചെയ്യുവാനും ഒക്കെ ദൈവം ഭാഗ്യം കൊടുത്തു. അനേക സ്ഥലങ്ങളിൽ കടന്നു പോകാൻ. ഞാനിത് നമ്മൾ വലിയ ആളായെന്ന് പറയുവാനല്ല, ഒരു സമയത്ത് നാം ദൈവത്തിന് വേണ്ടി നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, നാട്ടിൽ നിന്ന് നാം ഒന്നുമില്ലായ്മയിൽ നിന്ന്, നമുക്കെല്ലാം ഉണ്ടായിട്ടും ഒന്നും എടുക്കാതെ, നാട്ടിൽ നിന്ന് ഒരു പൈസ പോലും ആരുടെ കയ്യിൽ നിന്ന് മേടിക്കാതെ നാം നോർത്ത് ഇന്ത്യക്ക് വേലയ്ക്ക് വേണ്ടിയിട്ട് കടന്നു പോയിട്ട് അവിടെ നിന്ന് അന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകള്, നിലത്ത് ഇടാൻ പായ പോലും ഇല്ലാതിരുന്നിട്ട് ചാക്ക് വിരിച്ചു കിടന്ന അനുഭവങ്ങൾ വരെയുണ്ട്. തണുപ്പ് സമയത്ത് വേണ്ടതുപോലെ പുതയ്ക്കുവാനുള്ള കമ്പിളിയോ ബെഡോ ഇല്ലാത്ത സമയങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ മകളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണം വേണ്ടതുപോലെ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ മുറ്റത്ത് മുരിങ്ങയുടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. അതിന്റെ ഇലയും ആ മുരിങ്ങക്കായും എല്ലാം കൂടെ പറിച്ചിട്ട് അതിന്റെ വെള്ളം കുടിച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഇനി സാക്ഷ്യങ്ങളൊക്കെ അവർ കേൾക്കുമ്പോഴേ അവരിതൊക്കെ കേൾക്കത്തുള്ളൂ. കാരണം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ അനുഭവിച്ച കഷ്ടതകളോ വേദനകളോ ഒന്നും ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒരു പിതാവുണ്ട്. ആ പിതാവിനോട് ഞങ്ങളുടെ സകല ആവശ്യങ്ങളും പറയും. ആ പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് ഈ സമയം വരെ ഞങ്ങളുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന കർത്താവ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാ ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് ദൈവം ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വേലക്കായിട്ട് ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പറയുവാൻ കഴിയും. മകള് മിനിസ്ട്രി ചെയ്യുന്നു, ഞങ്ങളുടെ മകൻ യൂത്ത് പാസ്റ്ററായിട്ട് മിനിസ്ട്രി ചെയ്യുന്നു. ഞങ്ങളുടെ ഇളയ പൈതല് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അവിടെയുള്ള സഭയിൽ ദൈവദാസനോട് കൂടെ ഇരിക്കുകയും അവരോട് മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുകയും അവിടുത്തെ വർഷിപ്പ് ലീഡ് ചെയ്യുകയും എല്ലാം ചെയ്ത് കർത്താവിന്റെ ദാസനോട് ചേർന്ന് അവനും അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനത്തോടു കൂടി ഇരിക്കുന്നു. അതുപോലെ തന്നെ കോളേജിലെ അവന്റെ ക്ലാസ്മേറ്റ്സിനോട്, അവന്റെ റൂംമേറ്റ്സിനോട് അവൻ സുവിശേഷം പറയുന്നു. മറ്റുള്ള കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾക്ക് ബൈബിള് കൊടുക്കുന്നു. അവരോട് ദൈവം അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, മോനെ ഇത്രയൊക്കെ നിനക്ക് അറിവ് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിക്കും, നീ എന്തൊക്കെയാ ചോദിച്ചത് അവരോട്? നീ എന്തൊക്കെ അവർ നിന്നോട് ചോദിച്ചു? നീ എന്തൊക്കെ പറഞ്ഞു? അവൻ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പോലും അന്തിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന ജ്ഞാനം, ദൈവം കൊടുക്കുന്ന ബുദ്ധി, ഈ ലോകത്തിൽ അവർ പഠിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് പ്രാപിക്കുന്ന ബുദ്ധിയേക്കാൾ ഉപരിയായി ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടിയുള്ളതായിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും അറിവും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർ വലിയ ആളായിരുന്നോ, വലിയ സ്ഥലത്ത് പോയെന്നോ, വലിയ രാജ്യത്ത് കടന്നുപോയെന്നോ അതിലൊന്നുമല്ല നമുക്ക് പ്രാഗൽഭ്യമുള്ളത്. ഞങ്ങൾക്ക് അതിലൊന്നുമല്ല ഞങ്ങൾ സന്തോഷവും അഭിമാനവും കൊള്ളുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ പിന്തുടർന്ന് ഈ പാതയെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് ഞങ്ങൾ ലോകത്തിലെ ആരെങ്കിലും എവിടെയെങ്കിലും ചോദിക്കുമ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെയാണെന്ന് ചോദിക്കുമ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ ചിലരൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ മടിയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗൾഫിലാണെന്നോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയിലാണെന്നോ. കാരണം അത് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യുക. അവർ ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്, ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടുകയാണ്. ഇതാണ് പറയുവാനുണ്ടായിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം. നമുക്ക് ഈ ലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നാം പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നാൽ നാം പിൻപറ്റിയ ഈ ദൈവം, നാം സേവ ചെയ്ത ഈ ദൈവം, അല്ലെങ്കിൽ ഈ ദൈവത്തെ പിന്തുടരാത്ത ഒരു തലമുറയാണ് നമുക്കുള്ളതെങ്കിൽ നാം ചെയ്തതെല്ലാം വ്യർത്ഥമായി പോകത്തില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നാം ലോകത്തിൽ എന്തെല്ലാം കെട്ടിപ്പടുത്താല്, ആരെല്ലാം വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നാല്, ഒരുപക്ഷെ നമ്മുടെ നെയ്ബേഴ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധക്കാരിയായിരിക്കാം, ഇതെല്ലാം നല്ല കാര്യം തന്നെ. സഭയിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടാകാം, കരുതുന്നുണ്ടവരാ, അവർക്ക് വേണ്ടി ഉള്ളവരാകാം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം പറയുന്നത്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയോട് ചേർന്ന് പറയണം. അതിനായി നമ്മുടെ മക്കളെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ മക്കളെ അതിനായിട്ട് ശിക്ഷയിൽ വളർത്തണം. അവരെ അവിടെ പോയി പഠിക്കുമോനെ, ഇവിടെ പോയി പഠിക്കുമോനെ, ഇത് പഠിക്കുക എന്ന് പറഞ്ഞ് അവരെ അതിലോട്ട് ഫോഴ്സ് ചെയ്യുവാനല്ല, അതിനോടൊപ്പം തന്നെ ഇതുകൂടെ പറയണം. മക്കളെ എന്നും ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യണം. പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഉണ്ടാകരുത്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കടന്നു പോകുമ്പോൾ ഞാൻ അവരോട്, അവര് പ്രായമായിട്ടും അവര് പ്രാർത്ഥിച്ചായിരിക്കും റൂമിൽ നിന്ന് കയറി വരുന്നത്. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർ സ്കൂളിലേക്ക് കോളേജിലോട്ടും അയക്കത്തുള്ളായിരുന്നു. ചിലരൊക്കെ പറയും, കുഞ്ഞുങ്ങൾ വലുതായിട്ടില്ലേ, ഇനി അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഇനി എന്തിനാ മാതാവേ നീ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവർ ഒരു സമയത്ത് സാക്ഷ്യം പറയണം, എന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ സമയത്ത് പോകുമ്പോൾ എന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും അവർ എന്ത് ചെയ്യുന്നുവോ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുവോ അവര് പറയും, അവരെ പ്രാർത്ഥിപ്പിച്ചിട്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. എനിക്ക് പറയുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നാം അവരെ ഒരിക്കലും ദേഷ്യപ്പെടുകയോ അവരെ ശിക്ഷിച്ച് അമർത്തുകയല്ല വേണ്ടത്. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, അവരെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. എന്നാൽ ഒരു അതിരിൽ കവിഞ്ഞാകരുത്. സ്നേഹത്തിൽ കൂടെ എല്ലാം അവരോട് നാം കൈകാര്യം ചെയ്യണം. സ്നേഹം, അവിടെ നിന്ന് മാത്രമേ, സ്നേഹത്തിൽ കൂടിയേ ഇന്നത്തെ തലമുറയെ നമുക്ക് ജയിക്കുവാനാകത്തുള്ളൂ. ചില കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന പ്രയാസങ്ങൾ, മാതാപിതാക്കളോട് സംസാരിക്കാത്തവർ, റിസൾട്ട് വരുമ്പോൾ തോറ്റു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർക്ക് ഭവനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് ഒക്കെ വരുന്ന സമയമാണല്ലോ. ഞാൻ മാതാപിതാക്കളോട് പറയട്ടെ, അവര് തോറ്റെന്ന് വിചാരിക്കാം, സപ്ലിമെന്ററി വന്നെന്ന് വിചാരിക്കാം, സാരമില്ലെന്നേ, പോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടമായാൽ നാം എന്ത് ചെയ്യും? അവരെയല്ലേ നമുക്ക് വലുത്. അവരെ നമ്മുടെ സമ്പത്തായിട്ട് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നതല്ലേ. അപ്പോൾ അവരെ സൂക്ഷിച്ച് വളർത്തുവാൻ, പ്രാർത്ഥനയിൽ വളർത്തുവാൻ ദൈവം നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. എനിക്ക് ആ വചനം എവിടെയാണെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. വചനം പഠിച്ചു വന്നപ്പോഴാണ് ആ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. നിങ്ങളുടെ ഹൃദയം വ്യാകുലപ്പെടരുത്, എന്നിൽ വിശ്വസിപ്പേ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്ര. 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്ന് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം നൽകി തന്ന ആ ദൈവത്തിന്റെ സ്നേഹം, അതാണ് എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം. ആ സ്നേഹം ഇന്നും ഹല്ലേലൂയ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഏകനല്ല, നീ ഒരിക്കലും അനാഥയായി തീരത്തില്ല, ഞാൻ നിന്റെ എല്ലാ വഴികളിലോട് നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്ര. മോശയോട് ദൈവം
ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാൾ കാണുകയില്ല. അവന്റെ വായിലും അവന്റെ കയ്യിലും ദൈവം അവന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. നാം പറയും മോശയുടെ വടി ചെങ്കടലിന്മേൽ നീട്ടിയപ്പോഴാണ് ചെങ്കടൽ വിഭാഗിച്ചത്. അല്ല, മോശയുടെ കരം, മോശയുടെ കൈയാണ് ചെങ്കടലിന്മേൽ വിഭാജിച്ചത്. ദൈവം ഇന്ന് നമ്മുടെ കയ്യിൽ അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ നാവിന്മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. നാം എന്ത് പറയുന്നുവോ യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. നമ്മുടെ മക്കളെ ചൊല്ലി നമുക്ക് പ്രവചിക്കണം. നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് പ്രവചിക്കണം. വിശ്വാസത്തിൽ കടന്നു വരാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൽ കടന്നു വരാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൽ വരാത്ത മക്കളുണ്ടെങ്കിൽ നാവിന്റെ അധികാരത്തോടുകൂടെ നാം കൽപ്പിക്കണം. നാം കൽപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. ജീവനും മരണവും നമ്മുടെ നാവിന്റെ വശത്തിൽ ഇരിക്കുന്നു. നാം അത് പുറപ്പെടുവിക്കുന്നുവോ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് നന്നായി ചെയ്യാം. ലോകത്തിന്റെ അന്ത്യത്തോളവും ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത ഈ വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, വഴി നടത്തട്ടെ. ആരോമ TV ഈ മിനിസ്ട്രീസിനെയും ദൈവദാസിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന നല്ല കർത്താവ്, ഈ നല്ല വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഏത് സമയമാണെങ്കിലും, രാത്രിയാകാം, പകലാകാം, രാവിലെയാകാം, വൈകിട്ടാകാം, കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന വ്യക്തികളോട് ദൈവമേ നീ സംസാരിക്കുമാറാകണമേ. ദൈവമേ, നീ അവരെ സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവെ. ഈ ലോകം തരാത്ത സ്നേഹം കർത്താവെ, ഈ ലോകം ഞങ്ങൾക്ക് തരാത്ത സംതൃപ്തി, ഈ ലോകം തരാത്തതായിരിക്കുന്ന ഹല്ലേലൂയ സമാധാനം എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് അരുളി ചെയ്ത പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. സകല മഹത്വവും മാനവും പുകഴ്ചയും എന്റെ യേശുവിനെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷൂബി വർഗീസ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയിക്കുന്നു. ജനിച്ച് ഈ ഭൂമിയിൽ വീണ് അമ്മയുടെ മുഖം തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ സ്വന്തം മാതാവ് മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പിന്നത്തേതില് 14 വയസ്സുള്ളപ്പോൾ ജന്മം തന്ന പിതാവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മൂത്ത സഹോദരന്റെ സംരക്ഷണയില് വളർത്തപ്പെട്ടതായ 2 സഹോദരിമാർ, അവരുടെ ബാല്യം, അവരുടെ യൗവനം, അവരുടെ ജീവിത അനുഭവങ്ങൾ തികച്ചും സാധാരണ പെൺകുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവില് പിടിച്ചു നിന്ന് സധൈര്യം സാഹചര്യങ്ങളെ ഒക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നു എന്ന് മാത്രമേ ഇത്തരുണത്തില് ഈ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിന്റെ കരുതലുകൾ ആ മാർത്തയും മറിയയും ലാസറും ഉള്ള ആ ഭവനത്തിലെ പോലെ ഒരു പ്രത്യേക സ്നേഹം ആ കുടുംബത്തോട് കർത്താവിന് ഉണ്ടായിരുന്നു എന്നാണ് ഇത്തരുണത്തില് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭവനത്തിലും അവരുടെ വീട്ടിലെ മറ്റംഗങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. അതേപോലെ തന്നെ സമാന സാഹചര്യത്തിലൂടെ ഒക്കെ പ്രിയ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ പ്രത്യേക കൃപ പ്രിയ കുഞ്ഞുങ്ങളോടൊപ്പം കൂടെയിരുന്നു. പിന്നീട് ഉള്ള പഠന കാലയളവില് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആ ഒരു അനുഭവത്തിലേക്ക് പെട്ടെന്ന് വരികയായിരുന്നു. മറ്റേതെങ്കിലും സാഹചര്യമോ സമ്മർദ്ദമോ മാതാപിതാക്കന്മാരുടെ സപ്പോർട്ടോ ഒന്നുമില്ലായിരുന്നു. അവരുടെ ആരുടെയും സമ്മർദ്ദമില്ലായിരുന്നു. പകരം കർത്താവിന്റെ സ്നേഹത്താല് കർത്താവിനെ കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ മനുഷ്യരോട് ആലോചന ചോദിക്കാതെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതായത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ
പഠനം തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, എനിക്ക് പഠിക്കണ്ട, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള അതിയായ ദാഹത്തോടുകൂടി അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് അങ്ങനെ ആ ഒരു നിലയിൽ ഇറങ്ങിപ്പുറപ്പെട്ട ആ ഒരു നല്ല യൗവന കാലത്തെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. അനേക കുഞ്ഞുങ്ങളോട്, സമപ്രായക്കാരായവരോടൊക്കെ സുവിശേഷം പറയുവാൻ അവസരങ്ങൾ കണ്ടെത്തി. പിന്നത്തേതിൽ അതൊക്കെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഉപകാരമായി തീർന്നു. മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ജനിച്ച് ജീവിച്ച് വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ആഗ്രഹിക്കുന്നത് എനിക്ക് കഷ്ടതയില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കണം, എനിക്ക് അങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിയാണ് സാധാരണഗതിയിൽ ആഗ്രഹിക്കാറുള്ളത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ കർത്താവിന്റെ സ്നേഹത്തിൽ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുവാൻ മോശ തെരഞ്ഞെടുത്തതുപോലെ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ, വടക്കേന്ത്യയുടെ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്തവരുടെ നടുവിൽ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടിയിട്ട് വടക്കേന്ത്യയെ കുറിച്ചുള്ളതായ ദർശനം ലഭിക്കുകയും അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ദൈവദാസന്റെ കൂടെ ജീവിത പങ്കാളിയായി കടന്നു പോകാനും ജീവിതം സമർപ്പിച്ചു. എന്തായാലും നല്ല ആ തീരുമാനത്തെ ദൈവം മാനിച്ചു. പോയ ഇടങ്ങളിലൊക്കെ ദൈവം അനേക ആത്മാക്കളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പോയ ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഒരുപാട് കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സുവിശേഷ വിരോധികളുടെ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു എങ്കിൽ പോലും മരണകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു, രോഗങ്ങൾ കടന്നു വന്നു. അതിന്റെയൊക്കെ നടുവിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നല്ലോ. ദൈവം നടത്തിയ അത്ഭുത വഴികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം, ആത്മീയ ജീവിതം, ശുശ്രൂഷാ മണ്ഡലം, തലമുറകൾ, മക്കൾ, മരുമക്കൾ, എല്ലാ നിലയിലും എല്ലാവരെയും ദൈവം ഇന്ന് അനുഗ്രഹിച്ച് ഐശ്വര്യമായി കർത്താവിന് വേണ്ടി നിർത്തിയിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ തുടർന്നും കർത്തൃ ശുശ്രൂഷയിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നല്ല നിലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, അന്ത്യത്തോളം കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് വിലയേറിയ സാക്ഷ്യം അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസി കടന്നു വന്നതിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. കർത്തദാസി പറഞ്ഞ വാക്കുകൾ, തന്റെ ജീവിതാനുഭവം, തന്നോടൊപ്പം നമുക്കും അല്പസമയമായിരിക്കാൻ, യാത്ര ചെയ്യുവാൻ, ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒരവസരം കിട്ടിയില്ലേ? തീർച്ചയായിട്ടും ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. നമ്മളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നമ്മൾ ആവോളം കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.